ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമിത്തം ധർമ്മസുമൂഢചേതക ഹേ ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. കഴിഞ്ഞ ദിവസം ഭഗവാൻ ആരാണെന്ന് അർജുനൻ ചോദിച്ചു. അതിന് 3 ശ്ലോകത്തിലൂടെ ഭഗവാൻ തൻ്റെ ശക്തി അതിശയത്തെക്കുറിച്ച് അർജുനനോട് സത്യത്തെ വെളിപ്പെടുത്തി. ആരാണ് ഭഗവാൻ എന്ന് ചോദിച്ചതിന് നമുക്കും അതിൻ്റെ ഏകദേശമൊക്കെ ഇന്നലത്തെ പ്രഭാഷണം കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. കാലസ്വരൂപനാണ് ഭഗവാൻ. ആ കാലമാണ്, അതായത് ഈ നിമിഷത്തിനാണ് പ്രാധാന്യം. അത് കടന്നു പോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. നാളത്തെ അടുത്ത നിമിഷത്തെ കാര്യവും നമുക്കിപ്പം ഒന്നും പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ ഇപ്പോൾ ദാ ഇവിടെ ഈ നിമിഷം ഭഗവാൻ ഉണ്ടെന്ന് ഉറപ്പോടുകൂടി അവരോ ചെയ്യേണ്ട കർമ്മം ഈ നിമിഷം ചെയ്യണം. എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് ഒരു കാരണവശാലും ചെയ്യരുത്. അതാണ് കാലത്തിൻ്റെ പ്രാധാന്യം. അത് നമ്മൾ കണ്ടതാണ്. ആ ഭഗവാൻ ആരാണെന്ന് ഭഗവാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മനസ്സിലാക്കിയ അർജുനൻ ഇനി ഭഗവാനെ ആ ഇൻഡ്യൂഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ഭഗവാൻ നമ്മൾ ആരാണ് ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് ചിലപ്പം ഈ ഇൻഡ്യൂഷൻ കിട്ടിയാൽ പിന്നെ നിങ്ങൾ ആരാണെന്നുള്ള ബോധം നിങ്ങൾക്ക് ബോധ്യമാകും. അപ്പോഴാണ് ഈശ്വരൻ്റെ ശക്തി. താൻ ആരാണെന്ന തത്വമസി, നീ ആരെ അന്വേഷിക്കുന്നു അത് നീ തന്നെ ആകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അഹമാത്മാ ഗൂഢാകേശ സർവഭൂതാശയസ്ഥിത. അത് ഒരു ജീവിയിൽ നിന്നല്ല, മനുഷ്യനിൽ മാത്രം എന്നല്ല പറഞ്ഞ, സർവഭൂതാശയസ്ഥിത. ഒരു മണൽത്തരി പോലും മണൽത്തരിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ പോലും ഭഗവാനുണ്ടെന്നർത്ഥം. അതില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരംശം പോലും പ്രത്യക്ഷത്തിൽ കാണാൻ നമുക്ക്, വായുവിൻ്റെ അംശത്തിൽ പോലും ഭഗവാനുണ്ട്. അത് ബോധ്യം വന്നുകൊണ്ട് വേണം ഓരോ നിമിഷവും നമ്മൾ വേസ്റ്റാക്കാതെ പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞു. ഇതാണ് ഇൻഡ്യൂഷൻ. ഈ ആത്മബോധമാണ് ഈ നിമിഷം. ഇപ്പോൾ ഞാനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങളോടൊപ്പം, നിങ്ങളുടെ കൂടെ, നിങ്ങളായിട്ട് ഈശ്വരനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളും. അപ്പോൾ അത് ശരിക്കും ഉറച്ചാൽ മാത്രമാണ്, ആ ഇൻഡ്യൂഷനിൽ നിന്നാണ് അർജുനൻ ശരിക്കും ഈശ്വരനാണെന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാനെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് ഇനി 11 ശ്ലോകത്തിലൂടെ, 36-ാമത്തെ ശ്ലോകം തൊട്ട് 46-ാമത്തെ ശ്ലോകം വരെ. 11 ശ്ലോകം എന്ന് പറഞ്ഞാൽ 11 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആ നമ്മളിലുള്ള ഈശ്വര ശക്തി ബോധമായിട്ട് പുറത്തു വരുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈശ്വരനാണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ് സ്തുതി. അല്ലാതെ പുറത്തു നിന്ന് ഒരു റെഫറൻസും ഇല്ലാതെ സ്തുതിക്കണം. ഓരോരുത്തരും സ്തുതിച്ചിട്ടുണ്ട്. ബ്രഹ്മാവ് സ്തുതി നമ്മൾ കണ്ടു. ഇതേപോലെ ഓരോരുത്തരും സ്തുതിക്കുന്നുണ്ടെങ്കിൽ ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ കുന്തി ദേവി സ്തുതിക്കുന്നത് നമുക്ക് കേൾക്കാം. ഭീഷ്മ പിതാമഹൻ സ്തുതിക്കുന്നത് കേൾക്കാം. ആ സ്തുതി വരുന്നത് അവരുടെ ഉള്ളിൽ നിന്ന് ഈശ്വരൻ്റെ ശക്തി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴേ, വിത്തൗട്ട് റെഫറൻസ്, മറ്റൊരു സഹായം ഇല്ലാതെ, മറ്റൊരാശ്രയമില്ലാതെ തൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാനെ ബോധത്തോടുകൂടി പറയുന്നതാണ് മജ്ജിത്ത മദ്ഗത പ്രാണബോധയന്ത പരസ്പരം. ഈ ഒരു ബോധതലത്തിലേക്ക് നമ്മൾ ഉയരണം. അപ്പോൾ പിന്നെ നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തിയൊക്കെ പ്രവർത്തിക്കുന്നത് ആക്ടിവേറ്റ് ചെയ്യുന്നത്, നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, നമുക്ക് പറയാൻ സാധിക്കുന്നത്, നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഒക്കെ ഈശ്വരൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഈ നിമിഷം ഇവിടെ ഈ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോഴേ സാധിക്കൂ. അതിൽ പാസ്റ്റിനും ഫ്യൂച്ചറിനും യാതൊരു സ്ഥാനവുമില്ല. ഈശ്വരൻ പ്രവർത്തിക്കുന്നത് കാലമായിട്ട് ഈ നിമിഷമാണ്. അതിനപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഒരു സംഗതിക്കും ഭഗവാൻ യാതൊരു കയ്യും കടത്തില്ല. അതുകൊണ്ട് വർത്തമാന കാലത്തിലുള്ള ഈ നിമിഷം, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഈ നിമിഷം ഒരിക്കലും വേസ്റ്റായി, പാസ്റ്റായോ, ഒരു നിമിഷം പാസ്റ്റായാൽ അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ സാധിക്കുമോ?
ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം തൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ തൻ്റെ ബാഗും പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു. ട്രെയിൻ വരുന്ന കാത്തിരിക്കുകയാണ്. പിന്നെ ഒന്നിനും കാക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിന്. അവിടെ ഇരുന്ന ഇരിപ്പിൽ തന്നെ ശരീരവും ബാഗും ഒക്കെ ഉപേക്ഷിച്ച് പോയി. ഇതേപോലെ നമ്മുടെയൊക്കെ ഓരോ നിമിഷവും കിട്ടിയോ അത് ബോണസാ. അപ്പോൾ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഈ നിമിഷത്തിനാണ് പ്രാധാന്യം. അതാണ് അർജുനൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഈശ്വര കാര്യങ്ങൾ, ബാക്കി എന്ത് കാര്യത്തിന് നിങ്ങൾ വേണമെങ്കിൽ സമയമില്ല എന്ന് പറഞ്ഞോളൂ, പക്ഷേ അറ്റ്ലീസ്റ്റ് ഈശ്വരനെ ഭജിക്കാൻ മാത്രം സമയമില്ല എന്ന് പറയരുത്. അഥവാ സമയമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ വീണ്ടും വന്ന് ജനിക്കേണ്ടി വരും. നിങ്ങൾ എന്ത് നിഷേധിക്കുന്നോ അത് രണ്ടാമത് ചെയ്യേണ്ടി വരും, പുനരാവർത്തനം വേണ്ടി വരും. പക്ഷേ നമുക്ക് പഴയ കളക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ഈ ജന്മത്തിൽ കുറേയൊക്കെ പൂർവ്വജന്മത്തെ കാര്യങ്ങളും ഇന്നലെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അടുത്ത ജന്മത്തിലേക്ക് ചെന്നാൽ ചിലപ്പോൾ ഇത്രയൊക്കെ എന്തൊക്കെ ചെയ്ത് വെച്ചേക്കണമെന്ന് യാതൊരു ഓർമ്മയുണ്ടാവില്ല. നമ്മൾ കാണിച്ചൊക്കെ തരുന്ന, മനസ്സാക്കി തരുന്നാലും പുറത്തേക്ക് വന്നാൽ ഒക്കെ നിഴൽ പോലെയാ, ഒക്കെ മാഞ്ഞു പോവും. കരിനിഴൽ പിന്നാലെ നടക്കുന്നുണ്ട് നമ്മുടെ. അതാണ് മായ. ആ മായയെ ഒഴിവാക്കാൻ പറ്റുമോ? നമ്മളെവിടെ ഏത് തലത്തിലും നമ്മുടെ ഒരു കരിനിഴൽ നമ്മുടെ പിന്നാലെ ഉണ്ട് ഇല്ലേ? ഈ നിഴലിനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? ഒരു കാരണവശാലും നിഴലിനെ ഒഴിവാക്കാൻ സാധിക്കില്ലെങ്കിൽ മായയെ ഒഴിവാക്കാൻ സാധ്യമല്ല. മായയെ ജയിച്ചു കൊള്ളണം. മായയെ നമുക്ക് മറികടക്കാൻ സാധ്യമല്ല. മറികടക്കല്ല വേണ്ടത്, അതിനെ ജയിക്കണം. ജയിക്കണമെങ്കിൽ ഈശ്വരൻ്റെ കൃപ ഇല്ലാതെ ജയിക്കാൻ സാധ്യമല്ല. അത് അനന്യമായിട്ട് ശരണം പ്രാപിക്കുകയും വേണം. അർജുനൻ ആ ജഗന്നിവാസനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് വിശ്വരൂപം കണ്ടപ്പോഴാണ് അർജുനന് ഈ ബുദ്ധി തോന്നിയതും. ഇതുവരെ കണ്ട ഒരു ശ്രീകൃഷ്ണന്റെ ഭാവത്തിലല്ല അർജുനൻ ഭഗവാനെ കാണുന്നത്. ഇതാണ് ഭക്തിയുടെ ഏറ്റവും വലിയ സിദ്ധി. ഈ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം. അപ്പോഴേ ആത്മബോധ തലത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അപ്പോൾ ഉള്ളിൽ നിന്ന്, എൻ്റെ ഉള്ളിൽ നിന്ന് ഈശ്വരൻ്റെ ശക്തി തന്നെയാണ് നിങ്ങളെ കൊണ്ട് ഈശ്വരനെ സ്തുതിപ്പിക്കുന്നത്. ഈശ്വരന് അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയാൽ അത് തന്നെ സ്തുതിയായി. നമ്മുടെ ചിന്തയ്ക്കും വാക്കിനും പ്രവർത്തനം ഓരോ നിമിഷവും നമ്മളെ നയിക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണെന്നുള്ള ബോധമുണ്ടായാൽ അത് തന്നെ സ്തുതിയായി. ആ ബോധം ഉറയ്ക്കണമെന്ന് മാത്രം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അർജുനൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് 11 യഥാർത്ഥത്തിൽ നമ്മൾ അച്ചീവ്മെന്റ് ഉണ്ടാക്കേണ്ടത്, ഇല്ലെങ്കിൽ ഈശ്വരൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അർജുനൻ പറയുന്ന ഈ 11 ശ്ലോകം ശരിക്ക് ഗ്രഹിച്ചു കൊള്ളണം. കാരണം അവിടെ ഒരു മനുഷ്യന്റെ തലത്തിലല്ല അർജുനൻ സംസാരിക്കുന്നത് മനസ്സിലാക്കണം. വെറുതെ സാധാരണ ഒരു ഭക്തൻ പറയുന്ന പോലെ അല്ല പറയുന്നത്. അതാണ് വിശ്വരൂപ ദർശനത്തിലെ ഏറ്റവും വലിയ സിദ്ധി. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വരൂപ ദർശനത്തിലെ ഈ ഒരു ഭാവം. ഭഗവാൻ ആരാണെന്ന് പരിചയപ്പെടുത്തുന്ന 3 ശ്ലോകങ്ങളും അത് കേട്ടിട്ട് അർജുനുണ്ടായ അവബോധത്തിൽ നിന്നുണ്ടായ ആ ബോധതലത്തിൽ നിന്നുകൊണ്ടുള്ള സ്തുതിയുമാണ് വിശ്വരൂപ ദർശനത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം. ബാക്കിയൊക്കെ നമുക്ക് ജ്ഞാനദൃഷ്ടി കിട്ടിയാൽ മാത്രമേ, ഇതും മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനദൃഷ്ടി കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ട്, സാധാരണ ബുദ്ധി കൊണ്ടോ സാധാരണ മാംസചക്ഷുസുകളെ കൊണ്ടോ സാധാരണ നമുക്ക് കിട്ടിയിട്ടുള്ള പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടോ ഈശ്വരനെ പൂർണ്ണമായിട്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് കാലമാണ് ഞാൻ. കാലം ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കും നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും ഇല്ലെങ്കിൽ അന്ധകരണ ശക്തിക്കും ഒന്നും വിധേയമല്ല. കാലം മനസ്യൂതം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് ഭഗവാനാണ്. അതുകൊണ്ട് അവിടെ ആണ് കാലത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, കാലത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ നിമിഷം കഴിഞ്ഞാൽ അതേ കാലം കാലനായി മാറി. കാലം പാസ്സായാൽ മരണത്തിലാണ്, നമുക്ക് തിരിച്ചു കിട്ടില്ല. ഒരു നിമിഷം പോലും, ഒരു കോശം പോലും ഉണ്ടായിട്ട് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. അത് ന്യൂ പ്രൊഡക്ഷനാണ്, നവമായിട്ടാണ് പിന്നെയും ശരീരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയതൊന്നും തിരിച്ചു കിട്ടില്ല. അതാണ് കാലൻ എന്ന് പറയുന്നത്. കാലൻ്റെ ആക്രമം എന്ന് പറഞ്ഞാൽ അത് ആ കാലമാണ് എന്ന് പറഞ്ഞാൽ പാസ്റ്റായാൽ തിരിച്ച് കാലമല്ലാതെയായി. അത് ഫ്യൂച്ചറാണേലും കാലമല്ലാതെയായി.
ഈ നിമിഷമാണ് കാലം, ഈ നിമിഷമാണ് ഈശ്വരൻ. അപ്പോൾ ഈ നിമിഷം ഇവിടെ എന്ത് നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി ഒക്കെ സംഭവിക്കുന്ന ഈ നിമിഷത്തിലാണ്. അതാണ് ആത്മബോധത്തിൽ സംഭവിക്കുന്നത്. ആത്മബോധമാണ് ഈശ്വരൻ. അത് അഹമാത്മാ ഗൂഢാകേശ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒക്കെ ഉള്ളില് രഹസ്യമായിട്ട് ഭഗവാൻ തന്നെയാണ് ഇരിക്കുന്നത്, ആത്മാവായിട്ടിരിക്കുന്നത്, മറ്റൊരു ശക്തിയുമല്ല. അതിൽ യാതൊരു കൃത്രിമത്വവും ഇല്ല. നമ്മുടെ ശരീരം നശിച്ചാലും നശിക്കാതിരിക്കുന്നത് എന്താണോ അതാണ് ഈശ്വരൻ. അത് കാലത്തിന് ഒരിക്കലും നാശമില്ല. കാലം അനസ്യൂതം സഞ്ചരിച്ചു. കൽപ്പാന്തകാലം കഴിഞ്ഞാലും വീണ്ടും അത്രയും കാലം രാത്രിയാണെന്നേ ഉള്ളൂ. കാലം അവസാനിക്കുന്നില്ല. വീണ്ടും ബ്രഹ്മാവിന് ഇല്ലെങ്കിൽ സൂര്യന് ഉദിച്ചാൽ കൽപ്പാന്തകാലം അത്രയും കാലം ഇരുട്ടായിരുന്നാൽ ഇല്ലേ അന്ധകാരമായിരുന്നാലും കാലത്തിന് അതിൽ യാതൊന്നും ഇരുട്ടൊന്നും ബാധിക്കില്ല. അത് അനസ്യൂതം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് കണ്ടിന്യൂറ്റാണ്. അതാണ് കണ്ടിന്യൂറ്റി ഉള്ളത്. അടുത്ത കൽപ്പാന്തം ആരംഭിക്കുമ്പോൾ വീണ്ടും ഇത് തന്നെ പുനരാവർത്തനത്തിന് വിധേയം. അപ്പൊ കാലം അനസ്യൂതം, ഒരിക്കലും നശിക്കാത്തത് എന്താണോ അതാണ് ഈശ്വരൻ. അതാണ് ഭഗവാൻ പറഞ്ഞത് ഞാൻ കാലമാണ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പൊ ഒരു നിമിഷം ആണ് ഈശ്വരൻ. ആ നിമിഷം ഇവിടെ ഇപ്പോൾ ഇവിടെ നമുക്ക് ബോധം ഞാനുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഈശ്വരനുണ്ടെന്നർത്ഥം. ഈശ്വരൻ്റെ ശക്തിയില്ലെങ്കിൽ ഞാനുമില്ല, ഈ കാണുന്നതുമില്ല. ഇവിടെ മുമ്പിലിരിക്കുന്ന മൈക്കായിക്കോട്ടെ, ഈ ടാബ് ആയിക്കോട്ടെ, ഇല്ലേ ആംപ്ലിഫയർ ആയിക്കോട്ടെ, എൻ്റെ മുമ്പിൽ എന്തൊക്കെ ഇരിക്കുന്നു, ഒരു കസേര പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഈശ്വരനുണ്ട്. ഇല്ലെങ്കിൽ ആ തോന്നലില്ല. അപ്പൊ അർജുനൻ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ. അർജുന വാച സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്തിയ ജഗൽ പ്രകർഷ്യത്യ അനുരജ്യതേജ രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘ. അർജുനൻ പറഞ്ഞു, ഋഷികേശ തവ പ്രകീർത്തിയ, ഭഗവാനെ അങ്ങയുടെ മഹാത്മ്യ കീർത്തനം കൊണ്ട് ജഗൽ പ്രകർഷ്യതി, ലോകം സന്തോഷിക്കുകയും പ്രീതി അനുരജ്യതേജ, പ്രീതി പൂണ്ടിരിക്കുകയും ചെയ്യുന്നു. രക്ഷാംസി ഭീതാനി, രക്ഷസുകൾ ഭയപ്പെട്ടവരായിട്ട് ദിശ ദ്രവന്തി, ദിക്കുകളിലേക്ക് ഓടുന്നു. സർവേ സിദ്ധസംഘ, സർവേ സിദ്ധസംഘ, എല്ലാ സിദ്ധസംഘങ്ങളും നമസ്യന്തിജ, നമസ്കരിക്കുകയും ചെയ്യുന്നു. ഏതാനി സ്ഥാനേ, ഇതെല്ലാം യുക്തം തന്നെ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മഹാത്മ്യ കീർത്തനത്താൽ, അങ്ങയുടെ മഹാത്മ്യ കീർത്തനത്താൽ ലോകം സന്തോഷിക്കുകയും പ്രീതരായിരിക്കുകയും ചെയ്യുന്നു. രക്ഷസുകൾ ഭയപ്പെട്ട് പല ദിക്കുകളിലേക്കും ഓടിപ്പോകുന്നു. എല്ലാ സിദ്ധസംഘങ്ങളും അങ്ങയെ നമസ്കരിക്കുന്നു. ഇതെല്ലാം യുക്തം തന്നെ. ഋഷികേശൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ദ്രിയങ്ങളുടെ ഈശൻ എന്നർത്ഥം. ഇത് മുതലുള്ള 11 ശ്ലോകങ്ങളാണ് ഭക്ത്യാനന്ദ പരവശനായിക്കൊണ്ട് അർജുനൻ ചെയ്യുന്ന ഭഗവത് സ്തുതി. ആധ്യാത്മിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഉത്തമ സ്തോത്രങ്ങളാകുന്നു ഈ പറയുന്ന 11 ശ്ലോകങ്ങൾ. ആധ്യാത്മിക തത്വങ്ങളെ പൂർണ്ണമായിട്ട് രഹസ്യമാണ്. ഇത് അവരവർക്ക് ബോധ്യം വരേണ്ട കാര്യമാണ്. ഇത് അർജുന ബോധ്യം വന്നു, അതുകൊണ്ട് അത് പറയുന്നു. നമുക്ക് ബോധ്യം വന്നാൽ ഈശ്വരൻ ആരെന്ന് പിന്നെ ആ വ്യക്തി അന്വേഷിച്ച് നടക്കേണ്ടതായിട്ടില്ല, നടക്കില്ല. അങ്ങനെ ഒരു വ്യക്തിത്വത്തിലേക്ക് ഈശ്വരനെ അന്വേഷിച്ച് പുറത്ത് നടക്കേണ്ട ആവശ്യമില്ല. അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നൊക്കെ പറയുന്നത് ഈ ഒന്നനെയാണ്. ഇതിനെ തന്നെയാണ് വേദവാക്യങ്ങളും ഉദ്ഘോഷിക്കുന്നത്, ഉറക്കെ ഉറക്കെ പറയുന്നത് ഈ സത്യത്തെ തന്നെയാണ്. അതുകൊണ്ട് അർജുനൻ പറയുന്ന ആധ്യാത്മിക രഹസ്യത്തെ ഉള്ളിൽ നിന്ന് ഭഗവാന്റെ ഇൻഡ്യൂഷൻ കിട്ടിയിട്ടാണ് പറയുന്നത്. ഇതാണ് ഭക്തിയോഗസിദ്ധി. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് അവസാനിക്കുമ്പോൾ പറയണത്, അർജുന നീ കണ്ടതുപോലെ ഇന്ന് വരെ ദേവന്മാര് പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. നീ മനസ്സിലാക്കിയ പോലെ മറ്റൊരെൻ്റെ ഭക്തരും, ഒരു ഋഷികളായിക്കോട്ടെ, വേദം ചൊല്ലുന്നവരായിക്കോട്ടെ, ദാനാദി കർമ്മങ്ങൾ ചെയ്യുന്നവരായിക്കോട്ടെ, ഇന്ന് വരെ ആരും നീ മനസ്സിലാക്കിയ പോലെ, നീ അറിഞ്ഞതുപോലെ
നീ കണ്ടതുപോലെ എൻ്റെ രൂപത്തെ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യവും ഇത് തന്നെ. അപ്പം ആദ്യം തന്നെ പറഞ്ഞ എന്താ? ഋഷികേശൻ എന്ന് പറഞ്ഞു. അർജുനൻ സംബോധന എന്താ? ഋഷികേശൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ശരീരത്തിലുള്ള 11 ഇന്ദ്രിയങ്ങളുടെ ഈശ്വരൻ. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ മാത്രമല്ല, കർമ്മേന്ദ്രിയങ്ങളുമാണ്. മനസ്സും അതെ. ഇന്ദ്രിയങ്ങളിൽ ഈ 11 ഇന്ദ്രിയങ്ങളെ 10 ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത്, സാരഥിയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? മനസ്സാണ്. ആ മനസ്സിന്റെ കണ്ണുകൾ തുറക്കണം. അതാണ് ജ്ഞാനദൃഷ്ടി. പിന്നെ കാണുന്നതും കേൾക്കുന്നതും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എന്തൊക്കെ നിങ്ങൾ അറിയുന്നോ അതൊക്കെ ഈശ്വരമയമായിരിക്കും. ഈശ്വരീയ അവബോധത്തോടെ മാത്രമേ കാണാൻ സാധിക്കൂ, കേൾക്കാൻ സാധിക്കൂ, സ്വാദറിയാൻ സാധിക്കൂ, ഗന്ധമറിയാൻ സാധിക്കൂ. സ്പർശനങ്ങളെ എന്ത് സ്പർശിച്ചാലും, ഒരു വായു പോലും വന്ന് നിങ്ങളെ സ്പർശിച്ചാൽ അത് ഈശ്വരനാണ്. ഈ നിമിഷം മനസ്സിലാക്കിക്കൊള്ളാം. ആ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരൻ പ്രസാദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കാണേണ്ട വിധത്തിൽ കാണാൻ സാധിക്കൂ, കേൾക്കേണ്ടത് കേൾക്കേണ്ട വിധത്തിൽ കർണ ആനന്ദകരമായിട്ട് കേൾക്കാൻ സാധിക്കൂ, സ്വാദറിയുന്ന വിഷയങ്ങളൊക്കെ സ്വാദ് യഥാവിധി ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കൂ. നിങ്ങൾക്ക് ഗന്ധം അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ നല്ലതും ചീത്തയും ഗന്ധമുണ്ട്, ദുർഗന്ധവുമുണ്ട്, സൽഗന്ധവുമുണ്ട്. ആ ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ടതുപോലെ സ്വീകരിക്കാനുള്ള കഴിവ് കിട്ടണമെങ്കിൽ ഈ ഋഷികേശം പ്രവർത്തിക്കണം നമ്മുടെ ഉള്ളിൽ. ഉണ്ട്, ഇല്ലാത്തതല്ല നിങ്ങളോട് പ്രവർത്തിപ്പിക്കാൻ പറയുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് കിട്ടിയാലോ, അത് അറിഞ്ഞാലോ ഈ ലോകം സന്തോഷിക്കുന്നവർ. ലോകം സന്തോഷിക്കുന്നു പറഞ്ഞാൽ നമ്മളെപ്പോഴും സന്തുഷ്ടം. ഒരിക്കലും ഒരു കാരണവശാലും വാരി പിടിച്ച് നിങ്ങൾ ദുഃഖം കൊണ്ട് പരിഭ്രമിക്കേണ്ട ആവശ്യകതയേ ഉണ്ടാവില്ല. ഈ സത്യത്തെ മനസ്സിലാക്കിയാൽ പിന്നെ തുഷ്യന്തീത രമന്തിജ. ഭഗവാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞ അധ്യായത്തില്, എന്നെ ശരിക്കും മനസ്സിലാക്കിയവർ എപ്പോഴും സന്തുഷ്ടരായിരിക്കും. അവർക്ക് ദുഃഖം വന്നാലും സന്തോഷിക്കും. കാരണം എന്താ? ഈ ദുഃഖം എന്നെ തീർന്നു പോകുമല്ലോ, ബാക്കി കിടക്കുന്നതാ വരുന്നത്. അതുകൊണ്ട് അതിൽ വ്യാകുലപ്പെടേണ്ടതില്ല. ഈശ്വരന്റെ അനുഗ്രഹം വരുന്ന വഴിയാണ് ദുഃഖത്തോടുകൂടി എന്നർത്ഥം. ക്ലേശങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ക്ലേശങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ പാത്രമാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ മഹാത്മ്യ കീർത്തനത്താൽ ലോകം സന്തോഷിക്കുകയും പ്രീതരാകുകയും ചെയ്യും. നിങ്ങൾ ഈശ്വരനെ ഇത്തരത്തിൽ മനസ്സിലാക്കിയാൽ പിന്നെ എപ്പോഴും നിങ്ങൾ സന്തോഷിക്കുന്നു മാത്രമല്ല, നിങ്ങൾ എന്തൊക്കെ സ്വയം ആക്ടിവേറ്റ് ചെയ്യുന്നോ, നിങ്ങളുടെ ചിന്തയായിക്കോട്ടെ, വാക്കായിക്കോട്ടെ, പ്രവൃത്തി ആയിക്കോട്ടെ, സന്തോഷത്തോടെ നിങ്ങൾ ചെയ്യുള്ളൂ. നിങ്ങളെ സമീപിക്കുന്നവർക്കും അതിൻ്റെ പ്രകാശം കിട്ടും, ആ സന്തോഷം പകർന്നു കൊടുക്കാൻ സാധിക്കും. ഇതല്ലേ മനുഷ്യന്റെ ധർമ്മം. ഇതാണ് സനാതന ധർമ്മം. ഇതിനാണ് ധർമ്മക്ഷേത്രം കിട്ടിയിരിക്കുന്നത്. ആ ധർമ്മക്ഷേത്രത്തിലെ ശക്തികളുടെ കൺട്രോള് നമ്മുടെ സ്വന്തമല്ല. അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നവനാണ് ഋഷികേശൻ. അതുകൊണ്ട് ആ സത്യത്തെ മനസ്സിലാക്കിയ അർജുനൻ ഭക്തി ആനന്ദ പരവശനായിക്കൊണ്ടാണ് ഇനി പറയുന്നതൊക്കെ. അപ്പൊ ആ ഭക്തിയുടെ ആനന്ദ പരവശനായിക്കൊണ്ട് തന്നെ നമ്മളത് കേൾക്കണം. മറ്റു പ്രാരാബ്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണം. മറ്റെല്ലാ ചിന്തയും വിട്ടിട്ട് ഇതാ ഇവിടെ ഈ നിമിഷം പറയുന്നത് കേട്ടുള്ളൂ. ആര് പറയുന്നത്? അർജുനൻ പറയുന്നത്. ഭഗവാന്റെ പ്രതിരൂപമായിക്കൊണ്ടാണ് പറയുന്നത്. കാരണം വിശ്വരൂപം കാണണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞു, നിന്റെ സാധാരണ ശരീരത്തിലുള്ള ശക്തികളെ കൊണ്ട് എന്നെ കാണാനോ കേൾക്കാനോ അറിയാനോ സാധിക്കില്ല എന്ന് പറഞ്ഞു. കേവലം കണ്ണിന്റെ കാര്യമേ പറഞ്ഞുള്ളൂ. ഈ കണ്ണ് പോലെ തന്നെയല്ല ബാക്കി ഇന്ദ്രിയങ്ങളും. ഭഗവാനെ പറ്റി ശരിക്കും കേൾക്കണമെങ്കിൽ അവിടെ ജ്ഞാനദൃഷ്ടി കിട്ടിയിരിക്കണം. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയേണ്ട വിഷയങ്ങൾ അത് അറിവായിട്ട് യഥാർത്ഥ ആധ്യാത്മിക രഹസ്യമായിട്ട് പരിണമിക്കണമെങ്കിൽ
ജ്ഞാനദൃഷ്ടിയാണ് അടിസ്ഥാനം. ഇതിനെയൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് ഈശ്വരീയ ജ്ഞാനമാണ്. അതാണ് ഗീതാമേ പരമാവിദ്യ ബ്രഹ്മരൂപന സംശയ എന്ന് പറഞ്ഞത് ഭഗവാൻ. അർജുനൻ കേവലം നിമിത്തമാണെന്ന് പറഞ്ഞു. കേവലം യുദ്ധത്തിൽ മറ്റുള്ളവരെ കൊല്ലുന്നതിന് മാത്രമല്ല നിമിത്തൻ, ഈശ്വരീയ ജ്ഞാനം വെളിപ്പെടുത്തുന്നതിലും അർജുനൻ നിമിത്തമാകുകയാണ് അവിടെ. നമ്മൾ വിചാരിക്കും നീ ഭീഷ്മനും കർണനും ഒക്കെ എന്നാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു, നീ ഇവരെയൊക്കെ കൊന്നിട്ട് ഭൗതിക ഭോഗസുഖങ്ങൾ അനുഭവിച്ചോളൂ, നീ ജയിക്കും ഉറപ്പാണെന്ന് ഭഗവാൻ പറഞ്ഞു. അത് ഭൗതിക നേട്ടങ്ങളാ. അതും എത്ര കാലം ഇവരിതൊക്കെ ലഭിച്ചു. ഭഗവാൻ പറഞ്ഞ പോലെ യുദ്ധം ചെയ്തു, ജയിച്ചു, 36 വർഷം രാജ്യം സുഖമായിട്ട് അനുഭവിച്ചു. എന്നിട്ട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. അത് പ്രേയസാണ്. പക്ഷെ ഒരിക്കലും നശിക്കാത്തതും ഭഗവാൻ അർജുനന് കൊടുത്തു. അതെന്താ? അതാണ് ജ്ഞാനദൃഷ്ടി. എന്നെ മനസ്സിലാക്കാനുള്ളത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തന്നെ നിന്റെ ശരീരത്തിലുള്ള ശക്തികളെ കൊണ്ട് എന്നെ നിനക്ക് അറിയാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ജ്ഞാനദൃഷ്ടിയാണ്. അതുകൊണ്ട് ദിവ്യം ദദാമി തേ ചക്ഷു എന്ന് പറഞ്ഞിട്ട് ജ്ഞാനദൃഷ്ടിയാണ് കൊടുത്തത്. അത് ആർക്കാ ലഭിക്കാൻ അർഹത എന്നൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ പറഞ്ഞു. തേഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ നാശേന്നാത്മഭാവസ്വ ജ്ഞാനദീപേന ഭാസത. മറ്റെല്ലാ സിദ്ധികളിലും സിദ്ധി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, അനുകമ്പ കൊണ്ട് ആർക്കാണോ ജ്ഞാനദൃഷ്ടി ലഭിക്കുന്നത് അതാണ് ഏറ്റവും വലിയ മനുഷ്യജന്മത്തിലെ ഭക്തിയോഗ സിദ്ധി. ബാക്കി നിങ്ങൾക്ക് എന്ത് ഭോഗസുഖം കിട്ടിയാലും ഭഗവാൻ ഉറപ്പ് കൊടുത്തു, ഞാൻ ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞു, ഈ അസുരീഭാവത്തിനെയൊക്കെ എൻ്റെ ദൃഷ്ടിയിൽ, എൻ്റെ ലിസ്റ്റിലേ ഇല്ല, ഇവരൊക്കെ നശിച്ചു കഴിഞ്ഞു. പക്ഷെ നീ കേവലം നിമിത്തമാണ്. നീ അതുകൊണ്ട് നിമിത്തമായിക്കൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ നീ ഇവരെയൊക്കെ കൊന്നുകൊള്ളൂ. നീ യുദ്ധത്തിൽ ജയിക്കുന്ന മാത്രമല്ല, ഭോഗസുഖങ്ങൾ അനുഭവിച്ചുകൊള്ളൂ. ഇതൊന്നും ഉപേക്ഷിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് നീ യുദ്ധം ചെയ്തിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ അടുത്തേക്ക് വരാനല്ല പറഞ്ഞത്. നീ ഭോഗസുഖങ്ങൾ അനുഭവിക്കേണ്ട കാലം വരെ അനുഭവിച്ചോളൂ. എന്നിട്ട് പരിചയിച്ച് എൻ്റെ അടുത്തേക്ക് വന്നാൽ, ഞാൻ പറഞ്ഞ പോലെ കേട്ടിട്ട് നീ പ്രവർത്തിച്ച് അതൊക്കെ അനുഭവിച്ച് നിനക്ക് സുഖമായിട്ട് കഴിയാം. ഇതിനിടയ്ക്ക് എന്തെങ്കിലും നീ എന്നിൽ ശരണം പ്രാപിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ പാപദോഷങ്ങളോ എന്തെങ്കിലും ദോഷം വന്നാലും അതൊക്കെ ഞാൻ സഹിച്ചു. അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഇതാണ് മനുഷ്യന്റെ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് ഇവിടെ അർജുനൻ ആ ജ്ഞാനദൃഷ്ടിയോടുകൂടി പറയുന്നതും ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാൻ നിമിത്തമായിക്കൊണ്ട് ആ അർജുനെ നിയോഗിച്ചിരിക്കുകയാണ്. കേവലം യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്തവരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഭഗവാൻ പറയുന്നത്. നിനക്ക് കൊല്ലണമെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് നീ ചെയ്താലേ ഇവരെ കൊല്ലാൻ സാധിക്കൂ. എന്നാലും പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ശരീരത്തെ നിനക്ക് ഹനിക്കാൻ സാധിക്കൂ, ഇവരുടെ ജീവനെ ഹനിക്കാൻ നിനക്ക് അധികാരമില്ല. ആർക്കും സാധിക്കില്ല. എനിക്ക് പോലും ഒരാളുടെ ജീവന്റെ നശിപ്പിക്കാൻ സാധ്യമല്ല. നൈനം ചിന്തന്തി സസ്ത്രാണി നൈനം ദഹതി പാവക നൈചൈനം ക്ലേദയന്ത്യോപ്യുന്യാശോഷ്യതി മാരുത. നമുക്ക് തോന്നും, ഭഗവാൻ അർജുനോട് പറഞ്ഞല്ലോ, ഇവരെയൊക്കെ കൊല്ലാൻ പറഞ്ഞില്ലേ, കൊല്ലുന്നത് ഹിംസയല്ലേ? നിയമങ്ങൾ പഠിക്കുമ്പോൾ അഹിംസയെ പഠിപ്പിക്കുന്നില്ലേ? ഈ ചോദ്യത്തിന്റെ ഉത്തരം 2-ാം അധ്യായത്തിൽ പറഞ്ഞു. അന്യമാനേ ശരീരത്തെ നശിപ്പിക്കാൻ സാധിക്കുള്ളൂ. നൈനം ചിന്തന്തി സസാണി നൈനം ദഹതി പാവക നൈചൈനം ക്ലേദയന്ത്യോപോ. ആരേത് തരത്തിൽ കൊല്ലാൻ ശ്രമിച്ചാലും, നമ്മളൊരു കൊതുകിനെ അടിച്ചു കൊന്നാലും ആ കൊതുകിന്റെ ജീവനെ തല്ലിക്കൊല്ലാൻ സാധ്യമല്ല. നമ്മുടെ ഭൗതിക തലത്തിലാണ് സുപ്രീം കോടതി വരെ ഹിംസ എന്ന് പറഞ്ഞിട്ട് ശിക്ഷ കൊടുക്കുന്നത്, അല്ലേ? ആരെ കൊല്ലും, എങ്ങനെ കൊല്ലും? ഏറ്റവും വലിയ സുപ്രീം കോടതി ജഡ്ജി ഭഗവാനാ. അതിനപ്പുറത്തേക്ക് ഒരു ജഡ്ജിയും ഇല്ല. അധർമ്മം ചെയ്തോ ഭഗവാൻ നേരിട്ടല്ല കൊല്ലിക്കും. ആരെ കൊണ്ട് കൊല്ലും? അത് ബോംബിട്ടിട്ടാകാം,
ക്യാൻസർ വന്നിട്ടാകാം, ഡിസ്റ്റർബ് ആൻഡ് ഡിസ്ട്രോയ് എന്നുള്ള പ്രകൃതിയിലെ 10ാമത്തെ സൃഷ്ടിയിൽ ഓട്ടോമാറ്റിക് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക ഭഗവാൻ. ഇത് ഓട്ടോമാറ്റിക് സംഭവിക്കും. ഇന്നല്ലേ നാളെ ജാതസ്യകി ധ്രുവോ മൃത്യു. ഇപ്പോൾ ഒരാളെ കൊല്ലില്ല, ഹിംസയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും അയാൾ മരിക്കാതിരിക്കുമോ? ജാതസ്യകി ധ്രുവോ മൃത്യോ ധ്രുവം ജന്മ മൃതസ്യജ. കൂട്ടി വായിക്കണം. നമ്മൾ ഈ വിശ്വരൂപ ദർശനത്തിൽ പറയുന്ന അർജുനൻ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വരൂപ ദർശനത്തിലേക്ക് നമ്മൾ കൂട്ടി വായിക്കണം. എന്തുകൊണ്ടാ നമുക്ക് ഈ ചോദ്യം വരുമല്ലോ. ഗീത വായിച്ചാൽ തന്നെ കലഹം ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്നവരോടാ ഞാൻ പറയുന്നത്. യുദ്ധകളത്തിൽ വെച്ചിട്ടാ പറയുന്നത് അല്ലേ? ഭഗവാൻ തന്നെ പറയണേ, നീ അധർമ്മികളെയൊക്കെ കൊന്നോളൂ, എനിക്ക് വേണ്ടിയിട്ട് കൊന്നോളൂ, നിനക്ക് അതുകൊണ്ട് ഒരു ദോഷവും വരില്ല എന്ന് മാത്രമല്ല, നീ യുദ്ധത്തിൽ ജയിക്കും, ഭോഗസുഖങ്ങൾ അനുഭവിക്കും. അല്ലാതെ ജയിലിൽ കൊണ്ടുപോയി സെൻട്രൽ ജയിലിൽ നിന്നെ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നല്ല പറഞ്ഞു. അധർമ്മികളായിട്ടുള്ളവരെ നമ്മൾ നിയമപാലകര് വരെ ഇന്ന് അധർമ്മികളെ രക്ഷിക്കാൻ നടക്കുന്നവരാ അല്ലേ? നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ നിയമം പാലിക്കുന്ന ആരാ ഉള്ളേ? അതാണോ ധർമ്മം? നിയമം നിർമ്മിക്കാനുള്ള ഭരണഘടനയും ഇല്ലേ, അതിന് സംവിധാനം ഉണ്ടാക്കാൻ പാർലമെന്റും നിയമസഭയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ പാസ്സാക്കുന്ന നിയമം ലംഘിക്കുന്നവർ അത് എഴുതിയവർ തന്നെയായിരിക്കും, അത് പാസ്സാക്കിയവരായിരിക്കും ആദ്യം നശിപ്പിക്കുക. അല്ലാതെ ഈ പാവപ്പെട്ട ജനങ്ങളൊന്നുമല്ല അതിനെ ലംഘിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളെ പോലും ലംഘിക്കാൻ പഠിപ്പിക്കുന്നത് ഭരിക്കുന്നവരാണ്. നിയമം ലംഘിക്കാനാണ് പിന്നെ ഉണ്ടാക്കിയത്. എന്തിനാ? ഈശ്വരന്റെ അടുത്ത് ഈ കളിയൊന്നും നടക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, ഏറ്റവും വലിയ സുപ്രീം കോടതി ജഡ്ജി ഭഗവാനാണ്. ഭഗവാന്റെ നിയമങ്ങൾക്ക് നോ അമൈൻമെന്റ്സ്. അത് ഇഷ്ടം പോലെ അമൈൻഡ് ചെയ്യാനോ തിരുത്തി കുറിക്കാനോ അത് പാലിക്കാതിരിക്കാനോ ആർക്കും സാധ്യല്ല. ഇന്നല്ലേ നാളെ നമ്മുടെ സ്വഭാവം കൊണ്ട് തന്നെ ആ പരിധിക്കുള്ളിൽ വരും, വന്നേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഏറ്റവും വലിയ ശിക്ഷ എന്താ? ഭഗവാൻ ദണ്ഡനീതി നടപ്പാക്കുന്നത് നീ വീണ്ടും വീണ്ടും വന്ന് ജനിച്ചോളൂ. എന്ന് വരെ നിനക്ക് എന്നെ മനസ്സിലാകുന്നില്ലയോ അന്ന് വരെ നീ ഈ പുനരാവർത്തനത്തിന് വിധേയമായിക്കോ. ജീവപര്യന്തം എന്ന് പറയണ അതാ. എന്ന് വരെ എന്നിലേക്ക് വന്ന് ചേരുന്നില്ലയോ അതാണ് ജീവപര്യന്തം. അപ്പൊ അതുകൊണ്ട് ഋഷികേശം ഇന്ദ്രിയങ്ങളെ, ഈ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന കാര്യമാണ്. നമ്മുടെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും പ്രവർത്തിക്കുന്ന അധികാരി നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ആത്മശക്തിയാണെന്നാണ് പറയുന്നത്. ആ ബോധത്തിൽ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു നിമിഷം പോലും വേസ്റ്റാക്കാതെ ഈശ്വരൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്താൽ അതാണ് ഒരു മനുഷ്യന്റെ സനാതന ധർമ്മം. അല്ലാതെ തോന്നിവാസം ജീവിക്കാനല്ല. അഥവാ സനാതന ധർമ്മത്തിന് വീഴ്ച വരുത്തുന്നവരാരും ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടില്ല. അവരെ നിത്യ നരകത്തിലിട്ട് വലിച്ചഴയ്ക്കും. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസുഭവതീനുസുമാന്ന് വേറെ അല്ല പറഞ്ഞ. ഇപ്പൊ ഭഗവാനെ മനസ്സിലാക്കിയിട്ട് പറയുന്ന അർജുനൻ തന്നെ പറഞ്ഞതാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ കുലധർമ്മം പാലിക്കാത്ത മനുഷ്യന് നിത്യ നരകമായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞത്. അത് ഈശ്വരന്റെ നിയമമാണ്. അതില് ആരും രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ഒരു തന്ത്രിയും രക്ഷപ്പെടില്ല, ഒരു മന്ത്രിയും രക്ഷപ്പെടില്ല, ഒരു മേശാന്തിയും രക്ഷപ്പെടില്ല. അവരാണല്ലോ ഭഗവാന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത്. അതിന് ഏത് മതത്തിൽപ്പെട്ടവരായാലും ഭഗവാന്റെ പാർഷദന്മാരായിട്ട് വർക്ക് ചെയ്യുന്നവരായാലും ഈശ്വര നിയമത്തെ ലംഘിച്ചോ അതിൻ്റെ ദണ്ഡനീതി അനുഭവിച്ചേ പറ്റൂ. അത് ചിലപ്പം ക്ഷീണേ പുണ്യ മർത്തലോകം വിശാലം, പുണ്യത്തിൻ്റെ ഫലം അനുഭവിച്ചു സുഖസമൃദ്ധിയായിട്ട് ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് അഹങ്കരിച്ച് അതിൻ്റെ ബലത്തിൽ പലതും കാട്ടിക്കൂട്ടും. പക്ഷെ ഇതൊക്കെ ക്ഷയിക്കുമ്പോൾ സ്ഥാനം പോവും. പിന്നെ താനെ മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും. മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ മനുഷ്യ കുലധർമ്മത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും. ഭഗവാന്റെ ദണ്ഡനീതി എന്ന് പറയുന്നത് ഒരു പരിധിക്ക്, കാലപരിധിക്കുള്ളതൊന്നും തീരുന്നു വിചാരിക്കൊന്നും വേണ്ട. ഭഗവാൻ തന്നെ ഭഗവാൻ നിശ്ചയിക്കണം. അതിനെ നമ്മൾ ആ കാലത്തെ ഒരു നിമിഷത്തെ പോലും വേസ്റ്റാക്കാതെ
ഭഗവാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് സനാതനധർമ്മം. അവിടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമാണ് പ്രവർത്തിതമാകുന്നത്. അതാണ് ശരീരത്തിലൂടെ നമുക്ക് കർമ്മത്തിലേക്ക് നയിക്കുന്നത്. അതിൻ്റെ ആധികാരി ആരാ? ഋഷികേശൻ. അത് എപ്പോഴും മനസ്സിലാക്കി ഉറപ്പിച്ചു കൊള്ളണം. അതുകൊണ്ട് ഇനി അർജുനൻ പറയുന്ന ആധ്യാത്മിക തത്വങ്ങൾ ഗ്രഹിച്ചു കൊള്ളണം. പഠിച്ചാൽ പോരാ, പരീക്ഷ കഴിയുമ്പോൾ മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. മനസ്സിൽ തറയ്ക്കണം, അതുപോലെ കേൾക്കണം. കസ്മാച്ചതേ നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപാധികത്ര അനന്തദേവേശ ജഗന്നിവാസാത്വം അക്ഷരം സതതൽ തൽപരം യത്. ഈ മഹാത്മൻ ഗരീയസേ, മഹാത്മാവേ, അവിടെ ഭഗവാൻ എന്നുള്ളതോ ഇല്ലെങ്കിൽ ആ ഈശ്വരഭാവത്തെ കണ്ടുകൊണ്ട് സംബോധന ചെയ്യുന്നത് പോലും വാക്ക് വ്യത്യാസം വന്നു. ഇതുവരെ പറഞ്ഞ പോലെയൊന്നും അല്ല പറയണത്. അങ്ങ് പറയുന്നതൊക്കെ സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് കഴിഞ്ഞ അധ്യായത്തിലൊക്കെ അർജുനൻ പറഞ്ഞല്ലോ. ഇവിടെ സംശയമില്ലാതെ പറയണേ, മഹാത്മാവേ, ഗരീയസേ, ശ്രേഷ്ഠനായിട്ടും ബ്രഹ്മണ അഭി, ബ്രഹ്മാവിനു കൂടി, ആദികർത്തേ ചതേ, ആദികാരണനുമായിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട്, തേ കസ്മാത് നമേരൻ, അവർ എന്തുകൊണ്ട് നമസ്കരിക്കില്ല, അനന്ത ദേവേശ, ഹേ അനന്ത നാശമില്ലാത്തവനെ, ജഗന്നിവാസത്വം, ദേവേശ ജഗന്നിവാസ, അങ്ങ്, തത് അസത് യത്, സത്തും അസത്തും യാതൊന്നാണോ, തൽപരം അക്ഷരം ച, അതിനപ്പുറമുള്ള നാശരഹിതമായ സത്തയാകുമല്ലോ. അതായത് സത്തിനും അസത്തിനും ഉപരിയായിട്ടാണ് യഥാർത്ഥ സത്ത് ചെയ്യുന്നത്. സത്യത്തിനും അസത്യത്തിനും മുകളിലാണ് സത്യം സ്ഥിതി ചെയ്യുന്നത്. ഹിംസയ്ക്കും അഹിംസയ്ക്കും മുകളിലാണ് അഹിംസ സ്ഥിതി ചെയ്യുന്നത്. എന്തിനാണ് അഹിംസ എന്ന് വിശേഷിപ്പിക്കുന്നത്? ആ പരമമായ തത്വത്തെ ഹിംസിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് ബോധ്യം വന്നാൽ അതാണ് അഹിംസ. നമ്മൾ ഭൗതിക തലത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഹിംസയും അഹിംസയും പ്രാക്ടിക്കൽ തലത്തിൽ നിന്ന് കാണുന്നത്. അത് ഭൗതിക തലത്തിൽ ചിന്തിക്കുമ്പോഴാണ്. അതിന് മുകളിൽ ഹിംസയ്ക്കും അഹിംസയ്ക്കും മുകളിൽ ഒരു സത്യം എപ്പോഴും അപ്പോഴാ മൂന്നാം രണ്ടിൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഉയരും. സത്യത്തിനും അസത്യത്തിനും മുകളിൽ ഒരു സത്യമുണ്ട്. ശരിക്കും തെറ്റിനും മുകളിൽ ഒരു ശരിയുണ്ട്. ധർമ്മത്തിനും അധർമ്മത്തിനും മുകളിൽ ഒരു ധർമ്മമുണ്ട്. ജനനത്തിനും മരണത്തിനും മുകളിൽ ഒരു മരണമില്ലായ്മയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലയോ പരമാത്മാവേ, മഹാത്മാവേ, ശ്രേഷ്ഠനും ബ്രഹ്മാവിനു കൂടി, ശ്രേഷ്ഠനായിരിക്കുന്ന ബ്രഹ്മാവിനു കൂടി ആദികാരണനായിരിക്കുന്ന അങ്ങയെ അവർ, അതായത് ബ്രഹ്മാവ് അടക്കമുള്ള സിദ്ധസംഘങ്ങൾ, അവർക്കൊക്കെ സിദ്ധി കിട്ടിയിട്ടാണ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത്. അതുകൊണ്ട് സിദ്ധസംഘങ്ങളായിട്ടുള്ള ഇവര് എങ്ങനെയാണ് അങ്ങയെ നമസ്കരിക്കാതിരിക്കും? കാരണം ഇവർക്ക് കൂടി ആദികാരനായിരിക്കുന്ന അങ്ങയെ നമസ്കരിക്കാതിരിക്കാൻ ആർക്കും സാധ്യമല്ല. സത്യത്തെ മനസ്സിലാക്കിയവർക്ക് ആർക്കും ഒരു കാരണവശാലും ഈ സിദ്ധി ലഭിച്ചവർ, ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ സിദ്ധി. ആ സിദ്ധി ലഭിച്ചവരൊക്കെ സിദ്ധസംഘങ്ങളാണ്, സജ്ജനങ്ങളാണ്. സജ്ജനങ്ങള് എന്തുകൊണ്ടാണ് ഈശ്വരനെ നമസ്കരിക്കാതിരിക്കുക? ആ ചോദ്യത്തിന് തന്നെ സംശയമില്ലാത്ത വിധത്തിൽ അർജുനൻ പറയുന്നത് എങ്ങനെ നമസ്കരിക്കാതിരിക്കും? കാരണം അവർക്ക് കിട്ടിയിട്ടുള്ള ഇന്ന് ഉള്ള കഴിവ്, ശ്രേഷ്ഠത, ഇല്ലെങ്കിൽ ശ്രേയസ്, ഇല്ലെങ്കിൽ സ്ഥാനമാനങ്ങള്, അതൊക്കെ ഈശ്വരന്റെ കൃപ കൊണ്ടാണ് കിട്ടിയതെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവര് അങ്ങയെ നമസ്കരിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് അനന്തനും ദേവദേശനും ജഗന്നിവാസനുമായിരിക്കുന്ന അങ്ങ് സത്തിനും അസത്തിനും അപ്പുറമുള്ള നാശരഹിതമായ സത്ത പരബ്രഹ്മമാകുന്നുവല്ലോ. സത്തും അസത്തും സ്ഥൂലവും സൂക്ഷ്മവും അഥവാ വ്യക്തവും അവ്യക്തവും, സത്തും അസത്തും അക്ഷരത്തിന്റെ ഉപാധികൾ മാത്രമാണ്.
അതിനാൽ സത്തിനും അസത്തിനും സ്ഥൂലസൂക്ഷ്മങ്ങൾക്ക് പരമമാകുന്ന അക്ഷരം ഒരിക്കലും നശിക്കാത്തത് എന്താണോ അതാണ് അക്ഷരം എന്ന് പറയുന്നതും അത് തന്നെയാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. അത് തന്നെയാണ് സാധാരണ ഭാഷയിൽ ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനെ തേടി അലയേണ്ട ആവശ്യമില്ല. ദാ ഈ ശരീരത്ത് ഇപ്പോൾ ഞാൻ എന്ന് പറയിപ്പിക്കുന്നത് ഈ ആത്മബോധമാണ്. അത് ഉറപ്പിച്ചു കൊള്ളണം. അതില്ലെങ്കിൽ ഞാനും ഇല്ല, എൻ്റെ ഇല്ല. അതാണ് അദ്വൈതാമൃതം. ഗീത തുടങ്ങുമ്പോൾ എന്താ, ധ്യാനത്തിൽ എന്താ പറയണേ? അദ്വൈതാമൃത വർഷണിയും ഭഗവതിയും. ഏറ്റവും വലിയ ഗീതയുടെ ഏറ്റവും ഒരൊറ്റ ശ്ലോകത്തിൽ ഒതുക്കി ഗീതയുടെ അന്തർധാര എന്താണെന്നുള്ളത്. ആധ്യാത്മിക രഹസ്യത്തെ മുഴുവൻ വെളിപ്പെടുത്തി. എന്താണ്? മനുഷ്യായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷണീം ഭഗവതീം അഷ്ടാദശാധ്യായനീം. ഈ 18 അധ്യായത്തിലൂടെ വെളിപ്പെടുത്തതൊക്കെ അദ്വൈതാമൃതവർഷണിയാണ്. അദ്വൈതാമൃതവർഷണി ഈ ദ്വന്ദ്ഭാവത്തിനെല്ലാം മുകളിൽ എന്ത് നിൽക്കുന്നോ ഒന്ന് മാത്രം. അതാണ് സത്തിനും അസത്തിനും മുകളിൽ നിൽക്കുന്ന സത്തെന്താണോ അതാണ് അദ്വൈതം. ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ബോധിക്കണം. ഞാനും എൻ്റെ എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ ഒരു ഞാനുണ്ട്. അതാണ് നമുക്ക് അഹംബോധത്തെ ഉണ്ടാക്കുന്നത്. അത് അഹം ബ്രഹ്മമാണ്, അത് നീ തന്നെയാണ് എന്ന് ഭഗവാൻ വിളിച്ചു പറയണം. നമ്മുടെ സ്ഥൂലമായ ശരീരത്തിനും സൂക്ഷ്മമായ ശരീരത്തിനും മുകളിൽ ഒരു സൂക്ഷ്മമായ ശക്തിയുണ്ട്. സൂക്ഷ്മത്തെ സ്ഥൂലമാക്കുന്നതും സ്ഥൂലത്തെ സൂക്ഷ്മമാക്കുന്നതും അതും അദ്വൈതാമൃതവർഷണിയാണ്. ഏകമായിരിക്കുന്ന ഒരേ ഒരു ശക്തി. ത്വം ആദിദേവ പുരുഷപുരാണ ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമാ ത്വയാ തതം വിശ്വമനന്തരൂപ. ത്വം ആദിദേവ, അങ്ങ് ദേവന്മാർക്കും ആദിയായവനാണ്. പുരാണ പുരുഷ, പണ്ടേയുള്ള എല്ലാം നിറഞ്ഞിരിക്കുന്നവനുമാകുന്നു. അസ്യ വിശ്വസ്യ പരം നിധാനം ത്വം, ഈ വിശ്വത്തിന്റെ പരമം ആശ്രയവും അങ്ങ് തന്നെയാണ്. വേദ്യം ച, അറിയുന്നവനും അറിയപ്പെടേണ്ടവനും. പരം ധാമ ച അസി, പരമപദവും അങ്ങ് തന്നെയാകുന്നു. ഹേ അനന്തരൂപ, അവസാനമില്ലാത്ത രൂപത്തോടു കൂടിയവനെ. ത്വയാ വിശ്വം തതം, അങ്ങയാൽ വിശ്വമാകെ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇതുവരെ പറഞ്ഞ ഇതുവരെ കണ്ട ഒരു ശ്രീകൃഷ്ണനെ കണ്ട ഭാവത്തിലോ സുഹൃത്തിന്റെ ഭാവത്തിലോ ഇതുവരെ അർജുനൻ മനസ്സിലാക്കിയ വിധത്തിലല്ല ഇപ്പോ അർജുനൻ പറയുന്നത്. ഇതേ അവസ്ഥ നമുക്ക് ധർമ്മോപദേശം നടത്താൻ വേണ്ടിയിട്ട് ധർമ്മപുത്രര് ഭീഷ്മരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ട്. ഭീഷ്മർ പറയും, അങ്ങയെപ്പറ്റി ഇല്ലേ, അങ്ങയുടെ ശക്തിയെപ്പറ്റി ധർമ്മോപദേശം നടത്താൻ അങ്ങല്ലാതെ വേറെ ആരാ ഉള്ളത്? എനിക്കിപ്പോ ഈ ശരീരത്തെ ആകെ രക്തവും വാർന്നലിച്ച് ആകെ ക്ഷീണിതനാ. എന്നെ കൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കുക എന്നല്ലാതെ വേറൊന്നും ഇനി ചെയ്യാൻ സാധ്യമല്ല. എൻ്റെ ധർമ്മത്തിന് തന്നെ ക്ഷതം വന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്ത് ധർമ്മോപദേശം നടത്തും എന്ന ഭാവത്തിൽ ഭീഷ്മര് ഭഗവാനോട് മറുപടി പറയുമ്പം ഈ അർജുനന് കൊടുത്ത അതേ ദിവ്യദൃഷ്ടി ആ സമയത്ത് ആരും അറിയാതെ കൊടുത്തു. ഭീഷ്മരോടും പറഞ്ഞില്ല ദിവ്യം ദദാമിതേ തക്ഷു എന്നൊന്നും. പക്ഷെ അറിയാതെ ഒരു ഞെട്ടിയിട കൊണ്ട് എന്താ പറയുക, ഭീഷ്മന്റെ ശരീരത്തിൽ ഒരു ഞെട്ടലുണ്ടായി. ആ ഞെട്ടലിൽ നിന്ന് ഈ ഭഗവാന്റെ ശക്തി, ഭഗവാൻ ചെയ്യേണ്ട കാര്യം ഭീഷ്മരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അവിടെ ഭീഷ്മരെ നിമിത്തമാക്കുകയാണ്. അങ്ങനെയാണ് ധർമ്മപുത്രക്ക് ധർമ്മോപദേശം കൊടുക്കുന്നത്. കാരണം ഈ ധർമ്മപുത്രക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശ്രീകൃഷ്ണനെ അങ്ങനെ അങ്ങോട്ടേക്ക് അർജുനൻ അംഗീകരിച്ച പോലെയൊന്നും ധർമ്മപുത്ര അംഗീകരിച്ചിട്ടില്ല.
നമുക്ക് തോന്നും എങ്ങനെയാ അത് സംഭവിച്ചതെന്ന്. അല്ലെങ്കിൽ അങ്ങനെ അതേ രീതിയിൽ ഇൻട്രൂഷൻ കിട്ടിയിട്ട് അർജുനൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അർജുനൻ മനസ്സിലാക്കിയ പോലെ അല്ല ശ്രീകൃഷ്ണൻ എന്ന് യുദ്ധക്കളത്തിൽ വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോഴാണ് അർജുനന് പോലും ഭഗവാൻ ആരാന്ന് കൃത്യമായിട്ട് മനസ്സിലായത്. അപ്പം ഈ ധർമ്മപുത്രരും അവിടെ ഉണ്ടായിട്ടും അന്നേരം വിശ്വരൂപം കണ്ടത് അർജുനൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതിനു മുമ്പ് ധർമ്മപുത്രൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ എന്താ പറഞ്ഞ ദ്രൗപദിക്കുണ്ടായ ബോധം പോലും ഉണ്ടായില്ലല്ലോ ധർമ്മപുത്രൻ. മറ്റൊരു ശരണമില്ലാതെ വന്നപ്പോൾ ഏത് ശരീരത്തിന്റെ അവസ്ഥയിലും ഋതുമതിയായിരുന്നിട്ടും ഭഗവാനെ മനസ്സുറച്ചു വിളിച്ചു. സഹായിക്കാൻ ചെന്നോ? അതാണ് ഭഗവാൻ പറഞ്ഞത്, ധർമ്മപുത്ര എന്തുകൊണ്ട് എന്നെ സ്മരിച്ചില്ല? ഈ പഞ്ചപാണ്ഡവർ ആരും എന്നെ എന്തുകൊണ്ട് സ്മരിച്ചില്ല? സ്മരിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ വരുമായിരുന്നല്ലോ. ആരെന്നെ വിളിച്ചോ അവിടെ ഞാൻ പ്രസന്റ് ആയല്ലോ. ദ്രൗപദിയെ ഞാൻ സഹായിച്ചല്ലോ. അപ്പൊ ഈ ധർമ്മം എന്ന് പറയുന്നതേ, ഈ ദിവ്യ ചക്ഷുസ് എന്ന് പറയുന്നത് കിട്ടാതെ ആർക്കും യഥാർത്ഥ ആത്മബോധം ഉണ്ടാവില്ല. എത്ര ധർമ്മപുത്രൻ എന്ന പേര് ഈശ്വരന്റെ പുത്രനായിട്ട് ജനിച്ച ആളാ അല്ലേ? പഞ്ചപാണ്ഡവരെല്ലാം ദേവന്മാരുടെ പുത്രന്മാരാ, അല്ലാതെ പാണ്ഡുപുത്രനൊന്നുമല്ല. പാണ്ഡുവിന് ഒരു ലേബല് കൊടുത്തു, അത് വെച്ചിട്ട് ഇവർക്കും പാണ്ഡവരെന്ന് പേര് കിട്ടി, അത്രമാത്രമേ ഉള്ളൂ. അത് പുറമേ ഒരു കവചം വേണമെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ദേവപുത്രന്മാരാ. അതുകൊണ്ടാണ് ഇവർക്ക് ദിവ്യമായ ശംഖ് വിളിക്കാനുള്ള അധികാരം കിട്ടിയത്. അപ്പം ഈ ഭഗവാന്റെ നമുക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിക്കണമെങ്കിൽ, യഥാർത്ഥ സത്യത്തെ മനസ്സിലാക്കണമെങ്കിൽ, അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ ദിവ്യദൃഷ്ടി കിട്ടാത്തവർക്ക് ആർക്കും സാധ്യമല്ല. ഈശ്വരനോടൊപ്പം വസിച്ചാലും. ഉദ്ധവർ എത്ര കാലമായിട്ട് ഭഗവാനെ സേവിച്ച് നടന്നത്? പക്ഷെ എപ്പോഴാണോ ദിവ്യദൃഷ്ടി കിട്ടിയത്, ഭഗവാൻ പോകുന്നതിന് മുമ്പ് മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അതാണ്. അതേപോലെ അന്ത്യകാലത്ത് ഏഷാം ബ്രാഹ്മ്യസ്ഥിതി പാർത്ത നൈനാം പ്രാപ്യമേ ഉക്കേതി സിത്വാസി അന്ത്യകാലേ ബി ബ്രഹ്മനിർവാണം വൃത്സതി എന്ന് പറഞ്ഞത് ആ ഭാഗ്യം ലഭിച്ച ആളാണ് ഭീഷ്മ പിതാമഹൻ. അന്ത്യകാലത്ത് ഭഗവാന്റെ ഭക്തനൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ ധർമ്മത്തിന് ക്ഷതം വന്നു. ധർമ്മത്തിന് വേണ്ടിയിട്ട് ധർമ്മക്ഷേത്രം കിട്ടിയിട്ട് ദിവ്യ പുരുഷോത്തമനായിട്ട് പരശുരാമന്റെ പോലും ശിഷ്യത്വം സ്വീകരിച്ച ആള് എന്നിട്ടും ധർമ്മം പഴിച്ചു. ധർമ്മത്തിന് ക്ഷതം വന്നപ്പോൾ ദുരിതം അനുഭവിക്കേണ്ടി വന്നു ഇല്ലേ? വെന്റിലേറ്ററിൽ കിടക്കുന്ന പോലെ കിടന്നത്, ICU കിടക്കുന്ന പോലെ കിടന്നത്. 45 ദിവസം, 1-2 ദിവസമൊന്നുമല്ല. അപ്പം ഭീഷ്മർക്ക് നല്ലോണം ആ കിടന്ന കിടപ്പിൽ ബോധ്യം വന്നു, എനിക്ക് ധർമ്മത്തിന് ക്ഷതം വന്നിട്ടുണ്ട്, ധർമ്മം ക്ഷയിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായത്. പിന്നെ പൂർവ്വജന്മ കുറച്ച് കർമ്മഫലങ്ങളും, അഷ്ടവസ്തുക്കളിൽ ഒരാളായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ദുരിതവും കൂടെ അനുഭവിക്കണം. ചിരഞ്ജീവിത്വ അനുഗ്രഹം കിട്ടിയെങ്കിലും അതുകൊണ്ട് ഇച്ഛിക്കുന്ന സമയത്ത് മരിക്കാം, അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് മരിച്ചില്ല, മരിക്കാതെ മരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ മരിച്ചില്ല, ശരീരം ഉപേക്ഷിച്ചില്ല. എന്തിനാ? വെയിറ്റ് ചെയ്തതാ, ഭഗവാൻ വരുന്നറിയാം. അപ്പൊ ഈ ധർമ്മോപദേശം നടത്താനൊന്നും എനിക്ക് കെൽപ്പില്ല. എൻ്റെ ശരീരധർമ്മം പോലും ഇപ്പോൾ ക്ഷയിച്ചിരിക്കുകയാണ്, ഞാൻ എന്ത് ഉപദേശം കൊടുക്കാനാന്ന് ഒരു ചോദ്യം ഭഗവാനോട് ആംഗ്യഭാഷയിൽ ആ നോട്ടത്തിൽ നിന്ന് തന്നെ കണ്ണിക്കൂടെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പറയാതെ പറഞ്ഞു. അപ്പൊ ഭഗവാൻ എന്താ? അവിടെയാണ് കാര്യം. തേഷാമേവ അനുകമ്പാർത്ഥം അഹം ജ്ഞാനചന്ദമ നാശേന്നാത്മഭാവസ്സോ ജ്ഞാനദീപേന ഭസത എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ താൻ ചെയ്യേണ്ട കാര്യം ഭീഷ്മരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ധർമ്മപുത്രരെയും കൂട്ടി. കാരണം ധർമ്മപുത്രർക്ക് ഭഗവാൻ പറയുന്നതിലും ആ ഗീത പറഞ്ഞതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് അന്നേരം പറഞ്ഞു. ഇതിൻ്റെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാനൊന്നും സാധ്യമല്ല. അത് അന്നേരത്തെ സാഹചര്യത്തിൽ അർജുനന് പറഞ്ഞു കൊടുത്തു. അത് ഇവിടെ പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് നിനക്ക് യഥാർത്ഥത്തിൽ അങ്ങയ്ക്ക് ധർമ്മോപദേശം നൽകണമെങ്കിൽ പറ്റിയ ആള് ഭീഷ്മ പിതാമഹനാണ്. അതുകൊണ്ട് അത്രയും എക്സ്പീരിയൻസ് എനിക്ക് പോലുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ധർമ്മപുത്രരെ ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കുന്നതും. പക്ഷേ ആ കൊണ്ടു കൊടുത്തിട്ടും അവിടെ ഭഗവാന്റെ അനുകമ്പ കൊണ്ടാണ് ഭീഷ്മർക്ക് ഈ സിദ്ധി ലഭിച്ചത്. അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന, അപ്പൊ ശരിക്കും ഈ ജ്ഞാനദൃഷ്ടി ലഭിച്ച അച്ഛന്തയുടെ മറ പോകും,
പിന്നെ ശരിക്കും ഇതുവരെയുള്ള എക്സ്പീരിയൻസിനെ, ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് ഉപദേശം കൊടുക്കാൻ സാധിക്കും. അവിടെയാണ് ജ്ഞാനദൃഷ്ടി. ദിവ്യം ദദാമി തേ ചക്ഷു എന്ന് അർജുനനോട് പറഞ്ഞോടെ അവിടെ പറഞ്ഞൊന്നുമില്ല, പക്ഷെ പറയാതെ കൊടുത്തു. അതാണ് അനുകമ്പ. നമ്മൾ ചോദിച്ചിട്ട് കിട്ടുന്നതിനും ചോദിക്കാതെ കിട്ടുന്നതിനും വ്യത്യാസമുണ്ടെന്നർത്ഥം. അത് അർജുനനെ പോലെ ഇല്ലേ സറണ്ടർ ചെയ്യണം. എങ്ങനെ സറണ്ടർ ചെയ്യണം? ഞാൻ അങ്ങയുടെ യഥാർത്ഥ രൂപത്തെ കാണാൻ യോഗ്യനാണ് എന്ന് അങ്ങ് വിചാരിക്കുന്നെങ്കിൽ എന്നെ കാണിച്ചാലെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ എനിക്കിപ്പോൾ കാണണമെന്ന് പറഞ്ഞിട്ടില്ല. പല കാര്യങ്ങൾ നമ്മൾ ഈശ്വരനോട് പോലും നമുക്ക് ഇന്നത് വേണമെന്ന് പറയുന്നത് കുറച്ച് അധികാരഭാവത്തിലോ ഇല്ലയോ ഓഫർ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും പറയും, അല്ലാതെ 100% സറണ്ടർ ചെയ്തിട്ടൊന്നും അല്ല ആവശ്യപ്പെടുന്നത്. സറണ്ടർ ഉണ്ടെങ്കിൽ ഇതൊന്നും ചോദിക്കണ്ട. നിങ്ങൾ 100% സറണ്ടർ ആണെങ്കിൽ പിന്നെ അവിടെ ചോദ്യത്തിനും ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും യാതൊരു ആവശ്യകതയുമില്ല. നിങ്ങളെ അറിഞ്ഞു നൽകും. അതാണ് അനുകമ്പ. തേഷാമേവ അനുകമ്പാർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഭീഷ്മരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ ദിവ്യ ദൃഷ്ടി ഭീഷ്മർക്ക് കൊടുത്തു. എന്നിട്ടാണ് ഭഗവാന് വേണ്ടിയിട്ട് ഭീഷ്മരെ നിമിത്തമാക്കിക്കൊണ്ടാണ് ധർമ്മോപദേശം നടത്തുന്നത്. ആ ധർമ്മോപദേശത്തിൽ പെട്ടതാണല്ലോ വിഷ്ണു സഹസ്രനാമം. എവിടുന്നാ ഭീഷ്മര് ഈ വിഷ്ണു സഹസ്രനാമം ഉച്ചരിച്ചത്? ഭഗവാന്റെ കൃപ കൊണ്ടാ. എന്നിട്ട് ഒരു ക്ഷത്രിയൻ പറഞ്ഞ ഉപദേശത്തെ, ആ വിഷ്ണു സഹസ്രനാമത്തെ പോലും ചിലർ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ പാടില്ല, ഇന്നൊരു ചെലിയിടം, സ്ത്രീകൾ ചെല്ലാൻ പാടില്ല, ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടാക്കിയ ചില ബ്രാഹ്മണർ വരെ ഉണ്ട്. ഇതൊക്കെ ഭൗതിക തലത്തിലേക്ക് എടുത്തിട്ട് അവരവർക്ക് യുക്തിസഹജമായിട്ട് അവരവരുടെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് ചില നിയമങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അവർ തന്നെ ലംഘിക്കുക. ഇതൊക്കെ ധർമ്മത്തിന്റെ ക്ഷതത്തെ ഉണ്ടാക്കുന്ന ചില പ്രക്രിയകളൊക്കെ വീണ്ടും വീണ്ടും കാലക്രമത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെന്നർത്ഥം. വേദം ചൊല്ലാൻ ചിലർക്ക് അധികാരം കൊടുത്തു, ചിലർക്ക് അധികാരമുള്ളത് എടുത്തു കളഞ്ഞു. ഇപ്പൊ അധികാരം ഉള്ളവർ വരെ വേണ്ടവണ്ണം ചൊല്ലുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സിഗൻസീസ് കാലത്തിന്റെ ക്രമത്തിൽ ഒരുപാട് കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒരുപാട് അപചയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നർത്ഥം. അത് യുഗത്തിന്റെ സ്വഭാവ പരിവർത്തനത്തിന് വിധേയമായ സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാലും എല്ലാ കാലത്തും പ്രസിദ്ധമാണ് ഈ ഭഗവാന്റെ ഈ ആക്ഷൻസ്. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 5000 വർഷം മുമ്പ് നടന്ന ഗീത ഇവിടെ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്തസത്ത വിടാതെ ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അത് മാത്രമേ നമ്മൾ ചിന്തിക്കണ്ടൂ. ഈ നിമിഷം ഗീതോപദേശം നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലയോ? അല്ലാതെ ആരെഴുതി, എപ്പോൾ നടന്നു, യുദ്ധക്കളത്തിൽ വെച്ചിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച് ഭഗവാനല്ലേ, ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാതെ തർക്ക വിതർക്കങ്ങളിലേക്ക് പോകേണ്ട ആവശ്യകതയില്ല. നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഗീതയുണ്ടോ? അത് പഠിച്ചിട്ട് യുക്തി വിചാരം ചെയ്യൂ. അല്പമെങ്കിലും അത് അനുസരിക്കാൻ ശ്രമിക്കൂ. ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് അനുസരിക്കണമെങ്കിലും ഭഗവാന്റെ കൃപ വേണം. അല്ലാതെ ഒന്നും അനുസരിക്കാനും ഇത് മനസ്സിലാക്കാനും സാധിക്കില്ല എന്നും കൂടെ മനസ്സിലാക്കിക്കൊള്ളണം. ഭഗവാന്റെ അനുകമ്പയില്ലാതെ ഗീതാശാസ്ത്രമൊന്നും നമുക്ക് എന്താ പറഞ്ഞേ, അതിൻ്റെ അടുത്തുകൂടെ പോകാൻ തന്നെ യോഗ്യത കിട്ടില്ല ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട് അങ്ങ് ആദിദേവനും പുരാണ പുരുഷനുമാകുന്നു. പണ്ടേ ഉള്ളവരെയാണ് പുരാണ പുരുഷൻ എന്ന് പറയുന്നത്. ഈ വിശ്വത്തിൻ്റെ പരമ ആശ്രയവും അറിയുന്നവനും അറിയപ്പെടേണ്ടവനും പരമപദവും അങ്ങ് തന്നെയാണ്. അങ്ങയാൽ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാരണങ്ങളെ കൊണ്ട് അങ്ങ് നമസ്കരിക്കപ്പെടേണ്ടവൻ തന്നെ എന്ന് ഭാവത്തെ ഇവിടെ പ്രകടമാകും, ഇല്ലേ? സരസയിൽ എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറ്റാത്ത ആള് ഭീഷ്മര് പോലും ഭഗവാനെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇതുവരെ സാധിക്കാത്ത കാര്യം അവിടെ സാധിച്ചു. ഭീഷ്മർക്ക് മനസ്സിലായി, എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ ഈ ധർമ്മോപദേശമൊക്കെ നടത്തുന്നത്. ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ശരീരം ത്യജിക്കുന്നത്. ആ ദിവ്യ തേജസ് ഭഗവാനിലേക്ക് പോയി ചേരുന്നതും അവിടെ പ്രത്യക്ഷമാണ്. ശുഭകാര്യം ചെയ്യുന്നവർക്ക് ഒരിക്കലും നാശം ഉണ്ടാകുന്നതല്ല. പിന്നെ അവരവരുടെ ധാരണയില്ലേ, അവരുടെ ഭാവനയും കാഴ്ചപ്പാടും അനുസരിച്ചുകൊണ്ട് ചില
റൂട്ടൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഭഗവാന്റെ കാരുണ്യമുള്ളവനായതുകൊണ്ട് നല്ല ദുരാചാരിയായിരുന്നാൽ പോലും അവസാനം എന്നെ ശരണം പ്രാപിച്ച് അവന് ഞാൻ മോക്ഷം കൊടുക്കുന്നു ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഭീഷ്മരുടെ കേമത്വം കൊണ്ടൊന്നും അല്ല എന്താ പറഞ്ഞേ ഈ ധർമ്മോപദേശം ധർമ്മപുത്രർക്ക് നടത്തിയതും വിഷ്ണു സഹസ്രനാമം രചിക്കപ്പെട്ടതും ഒക്കെ ഭഗവാന്റെ ഈ പറയുന്ന ദിവ്യമായ ചക്ഷുസ്സുകൾ ആ ഭീഷ്മർക്ക് തുറന്നു കൊടുത്തുകൊണ്ട് തൻ്റെ ഉള്ളിൽ നിന്ന് മച്ചിത്ത മദ്ഗത പ്രാണബോധയന്ത പരസ്പരം, അവിടെ പ്രാക്ടിക്കൽ തലത്തിൽ അതാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് യാതൊരു പ്രാരാബ്ധവും ഇല്ലാതെ സന്തോഷത്തോടുകൂടി ശരീരം ത്യജിക്കാനും ഭീഷ്മർക്ക് സാധിച്ചു. എൻ്റെ ഈ ശരീരം ത്യജിച്ചാൽ എൻ്റെ ജീവൻ എങ്ങോട്ട് പോകുന്നതെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെന്താ പേടിക്കാൻ? മരണഭയം എന്ന് പറയുന്നത് ഭീഷ്മരെ ബാധിച്ചിട്ടില്ല എന്നർത്ഥം. എന്തുകൊണ്ടാ? അവിടെ ഭഗവാൻ അന്ത്യകാലത്തിൽ യേശാം ബ്രാഹ്മീസ്ഥിതി ഭർത്താനൈനാം പ്രാപ്യ വിമുഖ്യതി യേശാം, ആ അന്ത്യകാലത്താണെങ്കിലും ഭീഷ്മർക്ക് അത് സാധിച്ചു. അതുകൊണ്ട് ബ്രഹ്മനിർവ്വാണത്തിലേക്ക് എത്തി. അതുകൊണ്ട് ഈ സത്യത്തെ മനസ്സിലാക്കിയവരാരാണ് ഭഗവാനെ നമിക്കാതിരിക്കുക എന്നാണ് അർജുൻ്റെ ചോദ്യം. ഇങ്ങനെയുള്ള ചില സത്യങ്ങളുണ്ട്. ഇതാണ് ആധ്യാത്മിക രഹസ്യം എന്ന് പറയുന്നത്. ഇതാണ് താത്വികമായ ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ധർമ്മത്തിൻ്റെ രഹസ്യമുണ്ടെന്നർത്ഥം. നമുക്ക് പെട്ടെന്ന് മഹാഭാരതത്തിലെ കഥ വായിക്കുമ്പോഴൊക്കെ എന്താ പറഞ്ഞേ, ധർമ്മപുത്ര ആകെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും പിണ്ണം വെച്ചിട്ടൊക്കെ തിരിച്ചു വന്ന് ആകെ വ്യസനിച്ച് ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് വിഷാദരോഗിയായിട്ട് മാറി. എന്നിട്ട് എന്തായാലും ഭഗവാന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, പണ്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അർജുനൻ ഒരു ഉപദേശമൊക്കെ ചെയ്തല്ലോ അങ്ങ് കാര്യമായിട്ട്, എനിക്കതൊന്ന് പറഞ്ഞു തരുമോ? കാരണം അത് മനസ്സിലായി, ഉപദേശം കഴിഞ്ഞിട്ടാണ് അർജുനൻ തളർന്നിരുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉണർന്നെഴുന്നേറ്റ് യുദ്ധം ജയിക്കാൻ കാരണം അർജുനൻ ഉയർത്തെഴുന്നേറ്റ് പ്രവർത്തിച്ചത് കൊണ്ടാണെന്നൊക്കെ ധർമ്മപുത്രർക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ ഈ ബുദ്ധിചാഞ്ചല്യം ഉണ്ടായിരിക്കുന്നു, എനിക്കിപ്പോൾ രാജ്യം ഭരിക്കാൻ പോലും സാധ്യമല്ല, അതങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയിരിക്കുന്നു, അതുകൊണ്ട് എന്നെ ഒന്ന് ഉയർത്താൻ ആ ഉപദേശം ഒന്ന് തിരിച്ച് പറഞ്ഞു തന്നാൽ തിരക്കിടില്ല എന്നൊക്കെ ധർമ്മപുത്ര പോയിട്ട് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് തന്നെയാണ് പോയി ചോദിക്കണം. അത് പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കലല്ല. കാരണം ഇതിനു മുമ്പും ഞാൻ പറഞ്ഞില്ലേ, അർജുനൻ മനസ്സിലാക്കിയ പോലെ ഒന്നും ധർമ്മപുത്ര ശ്രീകൃഷ്ണൻ മനസ്സിലാക്കിയില്ല. പിന്നെ ആകെ ഒരു ബഹുമാനമുള്ളത് എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ എന്ന് ശ്രീകൃഷ്ണൻ അറിയാം. അതുകൊണ്ടാണ് ഭീഷ്മ പിതാമകൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതും ഭീഷ്മർക്ക് ആ ഒരവസ്ഥയിൽ ഉപദേശം കൊടുക്കാനുള്ള കഴിവില്ല എന്ന് ഭീഷ്മർക്ക് വരെ ബോധ്യമുണ്ടായി. ഭീഷ്മർ അത് പറയുകയും കൂടി ചെയ്യുന്നുണ്ട്, ആ വചനങ്ങളുണ്ട് മഹാഭാരതത്തിൽ. പക്ഷേ ഭഗവാൻ ആ സമയത്ത് അനുകമ്പയോടുകൂടി ഈ ജ്ഞാനദൃഷ്ടി തുറന്നു കൊടുത്തു. എന്നിട്ട് ഭീഷ്മരെ കൊണ്ട് പറയിപ്പിച്ചു. അവിടെയും ഭീഷ്മർ നിമിത്തമാകും. കാരണം ഭീഷ്മർ പറഞ്ഞാൽ പിന്നെ തർക്കമൊന്നുമില്ല. ധർമ്മപുത്രർക്ക് സാരോപദേശം കൊടുക്കാൻ ഭീഷ്മർ തന്നെയാണ് ഭേദം എന്നുള്ളത്. ശ്രീകൃഷ്ണനെക്കാളും ബഹുമാനം ഭൗതികമായ തലത്തിലാണെങ്കിൽ പോലും ഭീഷ്മരോടായിരുന്നു ധർമ്മപുത്രർക്ക് ഉണ്ടായിരുന്ന ഒരു വിധേയത്വം ഉണ്ടായിരുന്നത്. അത് ഭഗവാൻ മനസ്സിലാക്കിയിട്ടാണ് ഭീഷ്മരെ കൊണ്ട് ധർമ്മോപദേശം നടത്തിയത്. അങ്ങനെ ഒരു നിമിത്തമായാലും അതും നമ്മുടെ മോക്ഷത്തിന് കാരണമാകും. കാരണം ഭഗവാൻ നിശ്ചയിച്ചിട്ടാണ് നമ്മളെ നിമിത്തമാക്കുന്നത്, ഏത് നിമിത്തമാണെങ്കിലും. അപ്പം ഞാൻ നിമിത്തമായത് ഈ എൻ്റെ ഭക്തർക്ക് ഈ പറയുന്ന നിനക്കറിയാവുന്ന കാര്യമാണ് നീ എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ഭക്തർക്ക് പറഞ്ഞു കൊടുക്കാൻ നീ ഇവിടെ നിന്ന് തുടങ്ങാൻ പറഞ്ഞത് ഞാൻ ഇന്നും അനുസരിക്കുന്നു, അത് മാത്രമേ അനുസരിക്കുന്നു. ബാക്കി ആര് പറഞ്ഞാലും ഒരു കാര്യവും അങ്ങനെ ഇങ്ങനെ അനുസരിക്കൂല്ല. മനസ്സിലായി? നമ്മൾ കേവലം നിമിത്തമാണ്, അതെപ്പോഴും ഓർമ്മ വെച്ചോളൂ. നമ്മളെ നിമിത്തമാക്കാനൊരു ഭാഗ്യം ഭഗവാൻ നിശ്ചയിച്ചിട്ട് അത് നമ്മളെ നിയോഗിക്കുമ്പോൾ അതിൽ കൂടുതൽ എന്താ ഒരു മനുഷ്യജന്മത്തിൽ സാധിക്കേണ്ടത്? അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ജന്മം എടുക്കേണ്ടി വന്നാലും അതൊന്നും ഒരു പരാജയമോ ഇല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയൊന്നും നമുക്ക് നമ്മുടെ ദൃഷ്ടിയിലോ ഇല്ലേ നമ്മുടെ അധികാര പരിധിയിലോ അല്ല.
ഭഗവാൻ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് എത്ര ജന്മം എടുത്താന്ന കുഴപ്പം? ഭഗവാനിലെ നമ്മളെ നിയോഗിക്കുന്ന ആ നിയോഗം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഓരോ ജന്മത്തിലും മനുഷ്യൻ ചെയ്യേണ്ടത്, അല്ലാതെ തോന്നിവാസം നടക്കുന്നതിനല്ല. ഭീഷ്മർ ശരിക്കും നിമിത്തമായത് അവസാന കാലത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭഗവാൻ പറഞ്ഞത് സാക്ഷാത്കരിച്ചത് യേഷാം ബ്രാഹ്മിസ്ഥിതി പാർത്ത നൈനാം പ്രാപ്യത്വാസ്യം അന്ത്യകാലേപി എന്ന് ഭഗവാൻ ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്രഹ്മനിർമ്മാണം കൊടുത്തത് അന്ത്യകാലത്ത് കൊടുത്തത് ഭീഷ്മ പിതാമഹനാണ്. അപ്പൊ നമ്മള് മഹാഭാരത കഥയായാലും ഭാഗവതമായാലും ഈ വിശ്വരൂപ ദർശനത്തിൽ കൂട്ടി വായിക്കാന്ന് മനസ്സിലായില്ലേ? ഇതൊന്നും ഞാൻ പ്രീ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല പറയുന്നത്. ഞാൻ കേവലം നിമിത്തമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനുള്ളവരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കടം. ഭഗവാൻ പറഞ്ഞത് കുറച്ച് പേരാണെങ്കിലും ഓൺലൈനുണ്ടല്ലോ, ഒരാളെ വെച്ചിട്ട് ഭഗവാൻ ഗീതോപദേശം നടത്തിയിട്ട് ഒരു സദസ്സിനെ വിളിച്ചിട്ടൊന്നും അല്ല ഗീതോപദേശം നടത്തിയത്. അർജുനൻ മാത്രമേ ശ്രോതാവ് ഉണ്ടായിരുന്നുള്ളൂ. ഒരാളെങ്കിലും ശ്രോതാവായിട്ടുണ്ടായിരിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഒരാൾ എൻ്റെ മുമ്പിൽ ഇരിക്കണ്ടായിരുന്നു. ആ നാരായണസ്വാമിയെങ്കിലും ഗുരുവായിരുന്നു വന്ന ആളുണ്ടായിരുന്നു. ഇന്ന് അതും ഇല്ല. ഞാൻ വായുവിനോടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വായുര്യമോ അഗ്നിർ വരുണ ശശാങ്ക പ്രജാപതി സം പ്രപിതാമഹസ നമോ നമസ്തേ സുസഹസ്രകൃത്വാ പുനഃഭൂയോ അഭി നമോ നമസ്തേ. വായു യമ അഗ്നി, വായുവും യമനും അഗ്നിയും വരുണ ശശാങ്ക പ്രജാപതി, വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രപിതാമഹ ച ത്വം, പ്രപിതാമഹനും അങ്ങ് തന്നെ. തേ സഹസ്രകൃത്വാ നമോ നമഃ, അങ്ങയ്ക്ക് അനേകായിരം നമസ്കാരം. പുനഃഭൂയോ അഭി, വീണ്ടും വീണ്ടും. തേ നമോ നമസ് അസ്തു, അങ്ങയ്ക്ക് നമസ്കാരം. ഇതുവരെ പറഞ്ഞത് മറ്റുള്ളവർ അങ്ങേ നമസ്കരിക്കുന്നു, സിദ്ധന്മാര് സിദ്ധസംഘങ്ങൾ നമസ്കരിക്കുന്നു പറഞ്ഞു. അവരെന്തുകൊണ്ടാണ് അങ്ങേ നമസ്കരിക്കാൻ ഇടവന്നതെന്ന് പറഞ്ഞു. ഇവിടെ യുക്തിവിചാരമാണ് അർജുനൻ ചെയ്ത് പറയുന്നതെന്ന് മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഇവരെല്ലാം നമസ്കരിക്കുന്നു, അനുകരിക്കല്ല ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങ് ആരാന്ന് മനസ്സിലാക്കി. പിന്നെ ഇൻസൈറ്റിലൂടെ വിശ്വരൂപമാണ് കാണുന്നത്. ഇൻസൈറ്റിലൂടെ യഥാർത്ഥ ഭക്തരായിട്ടുള്ളവർ അങ്ങേ നമസ്കരിക്കുന്നതായിട്ട് കാണുന്നു. ആ കാണുന്നത് ഇവരെന്തുകൊണ്ടാണ് അങ്ങയെ നമസ്കരിക്കുന്നതെന്നും വെളിപ്പെടുത്തുന്നു. എന്നാൽ അവരെ കണ്ടിട്ടാണ് ഞാൻ നമസ്കരിക്കുന്നതെന്നല്ല പറയുന്നത്. നമ്മൾ പലതും അനുകരിക്കുക ചെയ്യണേ. ഒരാളെ നമസ്കരിക്കണ കണ്ടപ്പോഴാ വേറുള്ളവർ നമസ്കരിക്കുക. അല്ലേ? എന്ത് കാര്യത്തിനും അനുകരണ. എവിടെ ആരെങ്കിലും മുമ്പിൽ പോണവർ തൊട്ടുതല വെച്ചാൽ അവിടെ പിന്നിൽ പോണവരും തൊട്ടുതല വയ്ക്കും. എന്തിനാ അവര് തൊട്ടുതല വെച്ച് ഇല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താ? കാര്യകാരണ സംഗതിയെ അന്വേഷിക്കാറുണ്ടോ? ഇവിടെ അർജുനൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ കണ്ടു. ആര്? സിദ്ധസംഘങ്ങളെ ഭഗവാനെ നമസ്കരിക്കുന്നത് കണ്ടു. ദേവന്മാരും മറ്റ് മഹാത്മാക്കളും ഒക്കെ ഭഗവാനെ നമസ്കരിക്കുന്നതായിട്ട് ഇൻസൈറ്റിലൂടെ വിശ്വരൂപത്തിൽ ഭഗവാന്റെ ശരീരത്തിൽ തന്നെ ദർപ്പണത്തിൽ കാണുന്ന പോലെ കണ്ടു. ആ കണ്ടതിനെ യുക്തിവിചാരം ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്രയധികം പേര് ഭഗവാനെ നമസ്കരിക്കുന്നത്? അതിൽ ദേവന്മാരുണ്ടല്ലോ, ബ്രഹ്മദേവനുണ്ടല്ലോ, ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹാത്മാക്കളുണ്ടല്ലോ. ഇത്രയധികം പ്രാധാന്യം ഭഗവാൻ ഉള്ളത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് ഇതിന് മുമ്പുള്ള 2 ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തി. അത് കഴിഞ്ഞിട്ടാണ് ഞാനും അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറയും. അവിടെ അവരെ അനുകരിക്കുകയല്ല ചെയ്യുന്നത്, അവർ ചെയ്ത് കാണിച്ചതിനെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ അനുസരിക്കുന്നത്?
അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട്. ഇവിടെ മുമ്പിൽ കാണും, ഞാൻ പറഞ്ഞു എൻ്റെ മുമ്പിൽ കുറേ വായു ഉള്ളൂ, ഞാൻ അവരോടാ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഈ വായു ആരാന്ന് ഇവിടെ പറഞ്ഞു അല്ലേ? വായു, അഗ്നി, വരുണ, ശശാങ്ക. സൂര്യൻ ഉദിച്ചിക്കുന്ന അഗ്നിയുണ്ട്, ചൂടുണ്ട്. ഇവിടെ പഞ്ചഭൂതങ്ങളും എൻ്റെ ചുറ്റുമുണ്ട്. അതൊക്കെ ആരാ എന്ന് അർജുനൻ പറയാ? ഒക്കെ ഭഗവാനാ. വായു അതെ, അഗ്നി അതെ, ഭൂമി രാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവജ. എൻ്റെ ശരീരത്തിലിരിക്കുന്ന ഈ പറയുന്ന പഞ്ചഭൂതങ്ങളുടെ അംശമുണ്ട്. അതൊക്കെ ആരാ? വായുർ യമോ അഗ്നി വരുണ ശശാങ്ക പ്രജാപതി സംപ്രപിതാമഹ നമോ നമസ്തേ സഹസ്രകൃതാപനശഭൂയോ അഭോ അമേ നമസ്തേ. സ്വയം യുക്തിവിചാരം ചെയ്തിട്ടാണ് നമസ്കരിക്കുന്നത്. ആരാന്ന് ഭഗവാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് നമസ്കരിക്കുന്നത് എന്ന് പറയും. അല്ലാതെ ആരെങ്കിലും കാണിച്ചു തരണ കണ്ടിട്ട് വെറുതെ നമസ്കരിക്കുകയല്ല. ഇന്നത്തെ ജനറേഷനെ നമുക്ക് അവർ ആരുടെ മുമ്പിലും മുട്ടും മടക്കില്ല, തലയും കുനിക്കില്ല അല്ലേ? വീടുകളിൽ പോലും തല കുനിച്ച് അകത്ത് കയറാവുള്ളൂ. അതുകൊണ്ടാണ് പണ്ടുള്ളവർ ചെറിയ വാതിലൊക്കെ ഗ്രഹത്തിന് വെച്ചിരുന്നത്. ശ്രീകോവിൽ അമ്പലത്തിൽ തൊഴാൻ പോയാലും നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റില്ല. പഴയ ശ്രീകോവിലൊക്കെ, പഴയ ക്ഷേത്രങ്ങളൊക്കെ പോയാലും പുറമേ നിന്ന് ഭഗവാനെ കാണാൻ പറ്റില്ല. അകത്ത് കയറിയാൽ തന്നെ വേറും. അകത്ത് കയറണമെങ്കിൽ തല കുനിച്ച് അകത്ത് കയറണം. അതേപോലെയുള്ള വാതിലുകളാണ്. ഇന്നിപ്പോൾ ഇതൊക്കെ സൗകര്യമാണ്, വാതിലൊക്കെ മാറ്റണം. ഇപ്പോൾ ഗുരുവായൂർ വരെ നാലമ്പലം പൊളിച്ചിട്ട് എന്താ പറയണേ, നമ്മളെ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന വഴിയൊക്കെ മാറ്റണം എന്നൊക്കെ തീരുമാനം എടുത്തു എന്ന് കേട്ടു. കുറച്ചുകൂടെ വിശാലമായ വഴിയാക്കണം എന്നൊക്കെ. ഭഗവാനെ കാണാൻ കുറച്ച് ക്ലേശമൊക്കെ സഹിക്കണം എന്നേ. മാത്രാസ്പശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖ ആഗമാപായിനോ അനിത്യം താം തിരിച്ചുത്. അപ്പോഴേ ആനന്ദം ഉണ്ടാകും. നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യം സാധിച്ചാൽ അതിൻ്റെ ആ ശീതളമായ കാറ്റ് കിട്ടണമെങ്കിൽ പുറത്തു വരണം. അല്ലാതെ അനായാസന കാര്യം സാധിച്ചാൽ നിങ്ങളുടെ ശരീരം വേർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സുഖം അനുഭവിക്കാൻ സാധ്യമല്ല. നമ്മുടെ ശരീരം തന്നെ AC ആണ്. നിങ്ങൾ ശരീരം കൊണ്ടുകൂടാ വേർപ്പിച്ചിട്ട് ഒന്ന് കാറ്റ് പുറത്ത് പ്രകൃതിയിലെ കാറ്റൊന്ന് സ്പർശം കിട്ടിയാൽ എന്തൊരു AC ഫീൽ ചെയ്യും നിങ്ങളുടെ ശരീരം. സ്വിച്ചിട്ട കാര്യം നടക്കണമെന്ന് പറഞ്ഞാലൊന്നും ഈശ്വരനെ അനുഭവിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. എന്തായാലും വായുർ യമോ അഗ്നിർ വരുണ ശശാങ്ക പ്രജാപതി സംപ്രപിതാമഹസ്ത നമോ നമസ്തേ സഹസ്രകൃത പുനഃശഭൂയോ അഭോ നമോ നമസ്തേ. അപ്പൊ അർജുനൻ നമസ്കരിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ വിവേചനം ചെയ്തിട്ടാണ് പറയുന്നത്. വിധേയമായ വിവിധ ദേവതാ ആരാധനം പരമാത്മാവിനെ പ്രാപിക്കാനുള്ള ഉപായം എന്ന നിലയ്ക്കാണ് വേദാന്തം അംഗീകരിക്കുന്നത്. പരമാത്മാവ് വിവിധ ഉപാധികളുടെ വിവിധ ദേവതകളായിട്ട് വിളങ്ങുന്നു എന്നാണ് ആശയം. അന്യദേവതകളെ ഉപാസിക്കുന്നവരും എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത് എന്ന് 9-ാം അധ്യായത്തിൽ ഭഗവാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വായുവിനെ ദേവനായിട്ട് കരുതിക്കോളൂ, ആകാശത്തെ ദേവതയായി കരുതിക്കോളൂ, ഭൂമിയെ ദേവിയായി കരുതിക്കോളൂ. എങ്ങനെയായാലും ആരെ നിങ്ങൾ ആരാധിച്ചാലും അതൊക്കെ ഭഗവാനെ ആരാധിക്കുന്നതായിട്ട് കണക്കാക്കുന്നു എന്ന് ഭഗവാൻ എന്തിനു മുമ്പ് അർജുനന് സകലം ബോധം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അർജുനൻ പറയുന്നത്, ഞാൻ എടുക്കുന്ന ശ്വാസത്തിലെ വായുവും ഭഗവാനാണ്, എൻ്റെ ശരീരത്തിലെ ഉഷ്ണവും ഭഗവാനാണ്. ജലാംശമുണ്ടെങ്കിൽ അതും അതിൻ്റെ അധികാരി ആരാ? വരുണനാണ്, അതും ഭഗവാനാണ്. എന്നിൽ ശീതളത്വം നൽകുന്ന, മനസ്സിന് കുളിർമ നൽകുന്ന ആ ചന്ദ്രന്റെ ശക്തിയാണ് ശശാങ്കം എന്ന് പറയുന്നത്, അതും അങ്ങ് തന്നെയാണ്. എൻ്റെ പിതാവും പ്രവിദ്യാമഹനും പ്രജാപതിയും ഒക്കെ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാനിതാ നമോ നമസ്തേസു സഹസ്രകത്വ, ആയിരക്കണക്കിന് കോടിക്കണക്കിന് അങ്ങയുടെ മുമ്പിൽ ഞാൻ നമസ്കാരം സമർപ്പിക്കുന്നു. പുനഃശഭൂയോ അവീനം, വീണ്ടും വീണ്ടും നമസ്കാരം. എത്ര നമസ്കരിച്ചു എന്നുള്ളതല്ല പ്രശ്നം, വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് യഥാർത്ഥ ഡെഡിക്കേഷൻ, ശരണാഗതി എന്ന് പറയുന്നത്. എല്ലാം ഭഗവാനായിട്ട് കണ്ടാൽ പിന്നെ നമുക്ക് ആ വായുവിൻ്റെ മുമ്പിലും അഗ്നിയുടെ മുമ്പിലും ജലത്തിൻ്റെ മുമ്പിലും എന്തിനെയൊക്കെ കാണുന്നോ അതിലൊക്കെ നമസ്കരിക്കും. അതാണ്
എന്തിനേക്കാ നമ്മൾ 33 കോടി നമസ്കാരം നടത്തിയാലും 33 കോടി ദേവതയ്ക്ക് നമസ്കാരമാകുന്ന ഉണ്ടെങ്കിൽ അത് ഏകമായിരിക്കുന്ന ആ ശക്തിയാണ് നമസ്കരിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് വിവിധ ദേവതാരാധനം തെറ്റൊന്നുമല്ല. പക്ഷേ അതിൽ മാത്രം കുടുങ്ങിക്കിടക്കരുത്. ആ പരമമായ ഏത് ദേവതയെ ആരാധിച്ചാലും എന്നെ തന്നെയാണ് ആരാധിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് ദേവതകളെ ആരാധിച്ചാൽ നിങ്ങളുടെ അനന്തരഗതിയും ആ ദേവതയിൽ ആയിരിക്കും. എന്നെ ആരാധിച്ചാൽ എന്നിലേക്ക് എത്താൻ സാധിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഭൗതിക ഭോഗസുഖങ്ങൾ ഇച്ഛിക്കുന്നവർ ഇഷ്ടമുള്ള ദേവതയെ ഭജിച്ചുകൊള്ളൂ. അതിലേക്ക് തരുന്നതൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷെ അതൊന്നും ശാശ്വതമായിരിക്കില്ല എന്നും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്രത്യക്ഷം പ്രേയസായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ എന്തായാലും തുടക്കക്കാർക്ക് ഇതൊക്കെ ആവശ്യമാണ്. നമ്മൾ പല പ്രാവശ്യം കിട്ടുകയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ പല ജന്മങ്ങൾ കടന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ സ്രോതസ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്ന അവസ്ഥ അർജുനുണ്ടായതുപോലെ നമുക്കുണ്ടാകണം. അപ്പോഴേ നമ്മൾ പൂർണ്ണമായിട്ട് ഈ കോടി നമസ്കാരം ഒന്നും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ചെയ്യാനും ഒരു സങ്കോചവും ഇല്ലാതെ ചെയ്യുന്ന സംശയലേശം എന്നെ അർപ്പിക്കണമെങ്കിൽ, ആരും പറയാതെ തന്നെ നമസ്കരിക്കാൻ സാധിക്കണമെങ്കിൽ അവിടെയാണ് ഈശ്വരശക്തിയുടെ പ്രഭാവം. അതുള്ള ആളോട് ഒരാൾ അവിടെ നമസ്കരിക്കൂ ഇവിടെ നമസ്കരിക്കൂ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അതാണ് സനാതന ധർമ്മത്തിൻ്റെ ശ്രേഷ്ഠത. നമപരസ്താദ പൃഷ്ഠസദസ്സേ നമസ്തുതേ സർവത ഏവ സർവേ അനന്തവീരം മിതമിക്രവസ്ത്രം സർവം സമാപ്നോഷി തതോ അസി സർവ അല്ലയോ സർവാത്മൻ, പുരസ്താത് പൃഷ്ഠത തേ നമ, മുമ്പിലും, അതായത് മുമ്പിലും, പുരസ്താത് മുമ്പില്, പൃഷ്ഠാത് പിറകിലും, മുമ്പിലും പിന്നിലും അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അഥ സർവത ഏവതേ എന്ന് മാത്രമല്ല എല്ലാ ഭാഗത്തും തന്നെ നമ അസ്തു, അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. അനന്തവീര്യം മിത വിക്രമസ്തം, അളവറ്റ വീര്യവും അമിത പരാക്രമവും ത്വം സർവം സമാപ്നോഷി, പരാക്രമമുള്ള അങ്ങ്, അതായത് അമിതമായിരിക്കുന്ന പരാക്രമമുള്ള അങ്ങ് എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്നു. തഥ സർവ അസി, അതിനാൽ എല്ലാം അങ്ങ് തന്നെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലയോ സർവാത്മൻ, മുമ്പിലും പിൻപിലും എല്ലാ ഭാഗത്തും അങ്ങയ്ക്ക് നമസ്കാരം. അവസാനമില്ലാത്ത വീര്യത്തോടും അമിത പരാക്രമത്തോടും കൂടിയ അങ്ങ് തന്നെ എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്നു. അതിനാൽ സർവവും അങ്ങ് തന്നെയാണ്. ചിലർക്ക് ചില കൺഫ്യൂഷനുണ്ട്. മുമ്പിലല്ലേ നമസ്കരിക്കേണ്ട, പിന്നിൽ പോയി നമസ്കരിച്ചിട്ട് എന്താ കാര്യം, ഭഗവാന്റെ പിന്നിൽ പോയി നമസ്കരിക്കുക. ഇതൊക്കെ ഗുരുവായൂർ ചെല്ലുമ്പോഴേ നിങ്ങൾ കാണുള്ളൂ. ബാക്കി ഇവിടെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ എവിടെ വേണേലും നമസ്കരിക്കാം. അപ്പോൾ ചിലർക്കൊരു സംശയം, ഈ ഭഗവാന്റെ പിൻപിൽ വന്നില്ലേ വശങ്ങളിലോ മുമ്പിൽ നമസ്കരിക്കാൻ സമ്മതിക്കില്ല. അവിടെ നമസ്കരിക്കാൻ പോയിട്ട് തൊട്ടുതലേ വെക്കാൻ തന്നെ സമ്മതിക്കില്ല. അപ്പോഴത്തേനും ഉന്തി തള്ളി മാറ്റിയിട്ടുണ്ടാവും. അഥവാ നിങ്ങൾ ശ്രമിച്ചാൽ ചിലപ്പോൾ ഉരുണ്ട് പഠിച്ച് വീഴുകയും ചെയ്യും. കാരണം പിന്നിലുള്ളവർ തട്ടി കായേന വാച മനസ്സേന്ദ്രിയവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ, അവിടെ പ്രകൃതിയുടെ സ്വഭാവം അവിടെ കാണിക്കും ആൾക്കാർ. മുമ്പിൽ ആൾ പോകണുള്ളതൊന്നും നോക്കില്ല, പിന്നിൽ ആളുണ്ടെന്നും ധരിക്കില്ല. രണ്ടുപേർക്കും വേണ്ടേ ബോധം. അതൊക്കെ പ്രത്യക്ഷമാണ്. ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാലേ പണ്ട് ഒരു വിഷമവും ഇല്ലായിരുന്നു. നമുക്ക് സുഖമായിട്ട് എത്ര നേരം എന്ന് വേണമെങ്കിലും തൊഴായിരുന്നു. പിന്നെ തിരക്ക് കൂടിയപ്പോൾ കുറച്ച് ആൾ നിന്നിട്ട് നിയന്ത്രിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കയറ് പിടിക്കാൻ തുടങ്ങി, പിന്നെ ചങ്ങല പിടിക്കാൻ തുടങ്ങി. ഇപ്പൊ അഴിക്കുള്ളില്ല. ഇത് ഭഗവാൻ ചെയ്തതാ, നമ്മുടെ ഭക്തിയുടെ കേമത്തെ കൊണ്ട് സംഭവിച്ചതാ. അല്ലാതെ ഈ വേലിക്കെട്ടൊന്നും ഭഗവാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ചിലർക്ക് ഒരു സംശയം, മുമ്പിൽ നമസ്കരിക്കാൻ സാധിച്ചില്ല, പിമ്പിൽ തുടക്കത്തിലൊക്കെ എനിക്കുണ്ടായാലും മുമ്പിൽ നമസ്കരിക്കണം. എന്നിട്ട് ചിലപ്പോൾ ആ കോർണറിൽ മൂലയിൽ ആരും ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് നമസ്കരിക്കും. ഇപ്പൊ പിന്നെ
ഇതൊക്കെ പഠിച്ച് കുറച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം എന്താ വെച്ചാൽ മുമ്പിലായാലും പിന്നിലായാലും എവിടെ സ്ഥലം കിട്ടുന്ന വെച്ചാൽ അവിടെ നമസ്കരിക്കാനും വിഷമമാണ്. കാരണം ആൾക്കാരുടെ തിരക്കുള്ളപ്പോൾ എങ്ങനെ നമസ്കരിക്കുക, എവിടെ നമസ്കരിക്കുക? നാലമ്പലത്തിന് ചുറ്റും നടന്നാൽ പോലും നമസ്കരിക്കുക. പിന്നെ വേണമെങ്കിൽ മതിൽക്ക് പുറത്തിറങ്ങണം നമസ്കരിക്കുക. എവിടെ വേണമെങ്കിൽ നമസ്കരിച്ചോളൂ. നിങ്ങൾ യഥാർത്ഥ ഭക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ എവിടെ നമസ്കരിച്ചാലും വായുവായിട്ടും അഗ്നിയായിട്ടും ജലമായിട്ടും ഭൂമിയായിട്ടും എന്തൊക്കെ ഭൂമി രാപോ അനരോ വായുഖം മനോ ബുദ്ധിരേവജ ഭഗവാൻ ഇല്ലാത്ത സ്ഥലം എവിടെയുള്ളത്? ഇല്ലാത്ത അംശം എന്താ ഉള്ളത്? നമ്മുടെ ഉള്ളിൽ തന്നെ ശരീരം പോലും അതാണ്. ഗുരുവായൂരപ്പൻ്റെ അപരാശക്തിയാണ്. അതുകൊണ്ട് അർജുനന് സംശയമൊന്നുമില്ല. മുമ്പിലും നമസ്കരിച്ചു, പിന്നിലും നമസ്കരിച്ചു, സൈഡിലും നമസ്കരിച്ചു. കോടി കോടി നമസ്കാരം. ഇത് യഥാർത്ഥ ഡെഡിക്കേഷൻ ആവണമെങ്കിൽ പിന്നെ സംശയമൊന്നുമില്ല അങ്ങനെയുള്ള ഭക്തർക്ക്. യഥാർത്ഥ ഭഗവാന്റെ ഭക്തർക്ക് സംശയമുണ്ടോ എവിടെയാ നമസ്കരിക്കേണ്ടതെന്ന്? വൃന്ദാവനത്തിലേക്ക് പോയാൽ അറിയാം. ഓരോ അടിപ്രദക്ഷിണം വെക്കണത് പോലെ നമസ്കരിക്കുന്നത് കാണാം നിങ്ങൾ. സ്ത്രീകള് അടിപ്രദക്ഷിണം ഒരു കാലെ തൊട്ട് മറ്റേ കാലം എടുത്തു വെച്ച് അടിപ്രദക്ഷിണം വയ്ക്കുന്നത് പോലെ കൃത്യമായിട്ട് നമസ്കരിച്ച് ആ കൈ നീട്ടി നമസ്കരിച്ചിട്ട് അവിടെ അടയാളം വെച്ച് പിന്നെ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നത് എവിടെയാണ് അടയാളം വെച്ചത് അവിടുന്ന് നമസ്കരിച്ച് അങ്ങനെ തിരുവണ്ണാമല പോയാൽ പ്രദക്ഷിണം വയ്ക്കണ കാണാം. നിങ്ങൾക്ക് വൃന്ദാവന പൂജയിൽ പോയാൽ ഗോവർദ്ധനഗിരി 22 തിരുവണ്ണാമലയിൽ പോയി കഴിഞ്ഞാൽ 14 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ വൃന്ദാവനത്തിൽ പോയാൽ 22 കിലോമീറ്റർ ആണ് ഗോവർദ്ധനഗിരി. അവിടെ ഇത്തരത്തിൽ പ്രദർശനം വയ്ക്കുന്ന കാണാം. ശയന പ്രദർശനം അല്ലാത്ത രീതി ശയന പ്രദർശനം നടത്തുന്നവരെ നിങ്ങൾക്ക് കാണാം. അപ്പം ഓരോ തരി മണ്ണിലും ഭഗവാന്റെ അംശം ഉണ്ടെന്നുള്ള ഭക്തന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സംശയം ഉണ്ടാവും. എങ്ങനെ നമസ്കരിക്കുക? നമുക്കിവിടെ നടന്ന് പോകാൻ വിഷമം, എന്നിട്ട് അതിനും 22 കിലോമീറ്റർ ഓട്ടോ വിളിച്ചു പോകും. ഇതിനൊന്നും ഒന്നാമത് വയസ്സായവരൊക്കെ ആരെങ്കിലും കൂടെ ഉണ്ടാവും. പിന്നെ 1-2 പേര് നടക്കാൻ എന്നെ പോലെയുള്ളവരൊക്കെ നടക്കാൻ തയ്യാറാന്ന് പറഞ്ഞാലും അപ്പോൾ സമയം ക്രോഡീകരിച്ച് തിരിച്ചെത്താൻ പറ്റില്ല. 22 കിലോമീറ്റർ നടന്നിട്ട് തന്നെ അതിനുള്ള സമയം എടുക്കില്ലേ? ഇതിനൊക്കെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പോകണം. ഈ കൂട്ടുകൂടി ടൂറിസത്തിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എല്ലാ 10 പേരുണ്ടെങ്കിൽ 10 പേരും 10 തരത്തിലായിരിക്കും. എല്ലാ സ്ഥിതിയിലും വ്യത്യാസമുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ടാണ് ഞാൻ ചാർധാമൊക്കെ തന്നെ പോയത്. ആദ്യം ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയി, 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും പല പ്രശ്നങ്ങളും അവിടെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. പിന്നെ തന്നെ പോയി 3 ദിവസം ബദരിയിൽ ഭജന ഇരുന്നു. ഇതൊക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ, വൃന്ദാവനത്തിലൊക്കെ ഒറ്റയ്ക്ക് പോകണം ഇഷ്ടമനുസരിച്ചുകൊണ്ട് ഈ പറയുന്ന ഗിരിപ്രദക്ഷിണമൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മളവിടെ പോകുമ്പം ഓട്ടോറിക്ഷ പോകുമ്പോൾ പോലും ഇത്തരത്തിലൊക്കെ തിരുവണ്ണാമല പോയിട്ട് 14 കിലോമീറ്റർ അതിന് തയ്യാറുള്ളവരെ 2-3 പേര് ഞങ്ങൾ പോയത്. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ നടന്ന് തന്നെ പ്രദർശനം വയ്ക്കണം എന്ന് വിചാരിച്ച് നടന്ന് തന്നെ പോയി. അവിടെ നടക്കുമ്പോഴും ഇങ്ങനെ ഓരോ അടിപ്രദർശനം വയ്ക്കുന്ന പോലെ ശരീരം കൊണ്ട് നമസ്കരിച്ച് 14 കിലോമീറ്റർ സഞ്ചരിക്കുന്നവരെ കണ്ടു. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെന്താ നടന്നു പോകുന്നൊന്നുമല്ല. അപ്പൊ ഭഗവാനെ അനന്യമായിട്ട് ശരണം പ്രാപിച്ച ആൾക്ക് എവിടെയാ നമസ്കരിക്കേണ്ടതെന്നോ എങ്ങനെയാ നമസ്കരിക്കേണ്ടതെന്നോ അവിടെ എന്താ പറഞ്ഞ ശ്രേഷ്ഠമായ സ്ഥലമാണെന്നോ ചെളിയുണ്ടെന്നോ ഇല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറഞ്ഞേ അശുദ്ധിയുള്ള വസ്തുക്കൾ അവിടെ കിടക്കുന്നുണ്ടോ ഇതൊന്നും നോട്ടമില്ല. അവർക്ക് ഒറ്റ കാഴ്ച കാണുന്നുള്ളൂ, ഭഗവാനെ മാത്രം. ആ ഓരോ തരി മണ്ണിലും ആ ഭഗവാനെ അനുഭവിച്ചുകൊണ്ട് ആ പാദസ്പർശമേറ്റ മണ്ണിലൂടെ നമസ്കരിക്കുക എന്ന് പറയുന്നത് അത് അത്രമാത്രം ഡെഡിക്കേഷൻ ആണെങ്കിൽ മാത്രമേ സാധിക്കൂ. അവർക്ക് സംശയം ഉണ്ടാവില്ല. അപ്പം അർജുനനും എനിക്ക് ചുറ്റുമുള്ള വായുവും അഗ്നിയും ഈ പഞ്ചഭൂതങ്ങളുടെ അംശം എനിക്ക് ചുറ്റും 50% ഉണ്ട്. അതിൻ്റെ അംശം തന്നെയാണ് എൻ്റെ ശരീരവും. പിന്നെ ഇതിനെയൊക്കെ നമസ്കരിക്കാൻ എന്താ മടി? സത്യം മനസ്സിലാക്കിയാൽ പിന്നെ സങ്കോചമൊന്നുമില്ലല്ലോ, സംശയവുമില്ല. സത്ത് എന്താണെന്ന് അറിഞ്ഞാൽ ആ സത്ത് ഞാൻ തന്നെയാണെന്ന് അറിഞ്ഞാൽ പിന്നെ ആ സത്തിലേക്ക് പോകാൻ എന്താ മടി? എന്താ സംശയം? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇനിയുള്ള 6 ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഓം
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാസംഖചക്രം കമോദകിം സരസിജം കരുണാസമുദ്രം രാധാസഖായ മതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാശരണം ശ്രീ ഗുരുവായൂരപ്പാശരണം. ഓം ശാന്തി ശാന്തി ശാന്തി.